ഹലോ ഓൾ, എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 UPSCയുടെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2022 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ നമ്മുടെ ചാനലിൽ കാണാൻ കഴിയും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 അപ്പോൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ഡയറക്റ്റ്ലി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Jhelum River passes through Ular Lake. Second statement, Krishna River directly feeds Kolleru Lake. Third statement, meandering of Gandak River formed Kanwar Lake. Okay, so how many of the statements given above are correct? Only one, only two, all three, option D, none. ഓക്കെ, സോ 2023 തൊട്ടെന്താണ് UPSCയുടെ പാറ്റേൺ കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതായത് നമുക്കറിയാം അതുവരെ എന്തായിരുന്നു, ഇതുപോലെ only one, only two പോലുള്ള ഓപ്ഷൻസ് എന്തായിരുന്നു, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ഇയറിൽ എന്താണ് കൂടുതലും അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എലിമിനേഷൻ ട്രിക്ക് അതിൽ യൂസ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കറക്റ്റ് ഫാക്ട് അറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ എല്ലാ ആൻസറും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ജലം റിവർ പാസസ് ത്രൂ ഊളാർ ലേക്ക്. ജലം റിവർ എന്താണ്, ഊളാർ ലേക്കിലൂടെ പാസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ നമുക്ക് എന്താണ് എലിമിനേഷൻ മാക്സിമം കുറയ്ക്കേണ്ടി വരും. കാരണം നമുക്ക് മാക്സിമം ഫാക്റ്റ് അനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ജലം റിവർ പാസസ് ത്രൂ ഊളാർ ലേക്ക്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ജലം റിവർ എന്താണ് ഊളാർ ലേക്കിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ അത് എക്സിറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, സോപ്പോറിൽ എക്സിറ്റ് ആവും. ഓക്കെ, സോപ്പോർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, കൃഷ്ണ റിവർ ഡയറക്ട്ലി ഫീഡ്സ് കൊല്ലേരു ലേക്ക്. കൃഷ്ണ റിവർ എന്താണ് കൊല്ലേരു ലേക്കിനെ ഡയറക്ട്ലി ഫീഡ് ചെയ്യുന്നതാണ് പറയുന്നത്. കാര്യം കൃഷ്ണ റിവർ എന്ന് പറയുമ്പോൾ ഏത് ഏരിയയിലാണ്, നോർത്ത് ഈസ്റ്റേൺ ആന്ധ്രാപ്രദേശ് ഈ ഒരു റീജിയനിലാണ് ഇത് നമ്മുടെ കൊല്ലേരു ലേക്ക് കിടക്കുന്നത്. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ ആന്ധ്രാപ്രദേശ് റീജിയനിലാണ് ഇത് കൊല്ലേരു റിവർ കിടക്കുന്നത്. ഇനി ഇത് ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ്, ലൈ between ഗോദാവരി ആൻഡ് കൃഷ്ണ റിവർ. ഓക്കെ, സോ ഗോദാവരിക്കും കൃഷ്ണ റിവറിനും ഇടയിലാണ് ഏത് കിടക്കുന്നത്, ഈ കൊല്ലേരിലേക്ക് കിടക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ടോ, അവിടെ കൃഷ്ണ റിവർ ഈ കൊല്ലേരി ലേക്കിന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, ഫീഡ് ചെയ്യുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അതിൽ ഫീഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പകരം ഈ കൊല്ലേരി ലേക്കിന് ഫീഡ് ചെയ്യുന്ന ഏതൊക്കെ ലേക്സ് ആണ്, അത് ബൂഡാമേരുവും അതുപോലെ തന്നെ എന്താണ് തമ്മിലേരു ലേക്കുമാണ്, അല്ലെങ്കിൽ തമ്മിലേരു സ്ട്രീംസുമാണ് എന്തിനെ നമ്മുടെ കൊല്ലേരു ലേക്സിന് ഫീഡ് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കൊല്ലേരു ലേക്സ് ലൈ ബിറ്റ്വീൻ ഗോദാവരി ആൻഡ് കൃഷ്ണ റിവർ ആണ്. ബട്ട് എന്ത് ചെയ്യുന്നില്ല, കൃഷ്ണ റിവർ ഡയറക്റ്റ്ലി അതിന് എന്താണ് കൊല്ലേരു ലേക്കിന് ഫീഡ് ചെയ്യുന്നില്ല. ആൻഡ് ആൾസോ അതിന് ഫീഡ് ചെയ്യുന്ന ഏതാണ്, ബൂദാമേരും അതുപോലെ എന്താണ് തമ്മിലേരു സ്ട്രീംസുമാണ് ഇതിന് കൊല്ലേരു ലേക്കിന് ഫീഡ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. തേർഡ് പറയുന്നത്, മിയാൻഡറിങ് ഓഫ് ഗാണ്ടക് റിവർ ഫോംഡ് കൻവർ ലേക്ക്. ഓക്കെ, ഗാണ്ടക് റിവറിൻ്റെ മിയാൻഡറിങ് കാരണമാണ് ഏത് കൻവർ ലേക്ക് ഫോം ആയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏതാണ്, ഗാണ്ടക് റിവർ അല്ല, പകരം ഏതാണ്, ബുർഹി ഗാണ്ടക് റിവറാണ്. ഓക്കെ, ബുർഹി ഗാണ്ടക് റിവറാണ് എന്ത് ചെയ്യുന്നത്, ഈ കൻവർ ലേക്കിൻ്റെ ഫോമിന് കാരണമാകുന്നത്. ഓക്കെ, ഗാണ്ടക് ലേക്ക് എന്നാണ് നമുക്ക് ഓപ്ഷനിൽ തന്നേക്കുന്നത്. പക്ഷേ ഗാണ്ടക് ലേക്ക് അല്ല, പകരം ഏതാണ്, ബുർഹി ഗാണ്ടക് ലേക്കാണ് എന്ത്, മിയാൻഡറിങ് ഓഫ് ദ ബുർഹി ഗാണ്ടക് ലേക്ക് ഫോംഡ് കൻവർ ലേക്ക്. പകരം എന്താണ്, ഗാണ്ടക് ലേക്ക് അല്ല. ഈ ബുർഹി ഗാണ്ടക് എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ബുർഹി ഗാണ്ടക് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3 എന്തായിരിക്കും, തെറ്റാണ്. സോ ആൻസർ ഏതായിരിക്കും വരുന്നത്, ഓൺലി 1, എ മാത്രം, 1 മാത്രമായിരിക്കും എന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺലി 1 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. പോർട്ട് വെൽ നോൺ ആസ്. ഓക്കെ, പോർട്ട്സും അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കാമരാജർ പോർട്ട്, ഫസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ, രജിസ്റ്റേർഡ് ആസ് എ കമ്പനി. സെക്കൻഡ് വൺ, മുന്ദ്ര പോർട്ട്, ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് പോർട്ട് ഇൻ ഇന്ത്യ. തേർഡ് വൺ, വിശാഖപട്ടണം, ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചതാണ്. അപ്പോൾ പോർട്ടുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, കാമരാജർ പോർട്ട് ഇസ് ദ ഫസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ രജിസ്റ്റേർഡ് ആസ് എ കമ്പനി. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം കാമരാജർ പോർട്ട് എന്താണ് ഫസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ രജിസ്റ്റേർഡ് ആസ് എ കമ്പനിയാണ്. ഓക്കെ, ഒൺലി കോപ്പറേറ്റീവ് പോർട്ട് ഓൺഡ് ബൈ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്, കാമരാജർ പോർട്ടാണ്. ഇത് എവിടെയാണ് സിറ്റുവേഷൻ ചെയ്തത്, എന്നൂർ, തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിൽ എന്നൂറിലാണ് ഇത് കാമരാജ പോർട്ട് ഉള്ളത്, അല്ലെങ്കിൽ എന്നൂർ പോർട്ട് എന്ന് അതിനെ പറയാറുണ്ട്.
ദെൻ സെക്കൻഡ് വരുന്നത് എന്താണ്, മുന്ദ്ര പോർട്ടാണ്. മുന്ദ്ര പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് പോർട്ട് ഇൻ ഇന്ത്യ. അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതും എന്താണ് ശരിയാണ്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് കച്ച് ഡിസ്ട്രിക്റ്റ് ഓഫ് ഗുജറാത്ത്. അപ്പോൾ മുന്ദ്ര പോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, കച്ച് ഡിസ്ട്രിക്റ്റ് ഓഫ് ഗുജറാത്ത്. ആൻഡ് ഇറ്റ്സ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഹൂം, അദാനി പ്രൈവറ്റ് ലിമിറ്റഡ്, അല്ലെങ്കിൽ അദാനി പോർട്ട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് ആണ് എന്ത് ഈ മുന്ദ്ര പോർട്ട് ഓൺ ചെയ്തേക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഓൺഡ് ആൻഡ് ഓപ്പറേറ്റ്. ദെൻ തേർഡ് പറയുന്നതാണ് വിശാഖപട്ടണമാണ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വിശാഖപട്ടണം അല്ല ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട്. ഇന്ത്യയിൽ ഏതാണ്, ജവഹർലാൽ നെഹ്റു പോർട്ട്. ഓക്കെ, ഏതാണ്, വിശാഖപട്ടണം അല്ല, പകരം ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ ഏതാണ്, ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. ഓക്കെ, സോ ജവഹർലാൽ നെഹ്റു പോർട്ട് എവിടെയാണ്, അത് മഹാരാഷ്ട്രയിലാണ്. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഏതായിരുന്നു, നമുക്ക് നേവ ഷേവ പോർട്ട് എന്ന് പറയുന്നുണ്ട്. ശിവ പോർട്ട്. സോ ജവഹർലാൽ നെഹ്റു പോർട്ടിന് മറ്റു പേരാണ്. അപ്പോൾ അതെവിടെയാണ്, മഹാരാഷ്ട്രയിലാണ്. സോ ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഇനി അപ്പോൾ വിശാഖപട്ടണം പോർട്ടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, വിശാഖപട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ലോക്ക്ഡ് പോർട്ടാണ്. ഓക്കെ, ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഇവിടെ എഴുതാം, ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് പോർട്ടാണ് വിശാഖപട്ടണം എന്ന് പറയുന്നത്. ഓക്കെ, സോ പോർട്ട്സ് ഫസ്റ്റ് പറയുന്നത് കാമരാജ പോർട്ടാണ്, ഫസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ, രജിസ്റ്റേർഡ് ആസ് എ കമ്പനി എന്ന് പറയുന്നത് ശരിയാണ്. അതിൻ്റെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, തമിഴ്നാട്ടിലെ എണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എണ്ണൂർ പോർട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. സെക്കൻഡ് വൺ മുന്ദ്ര പോർട്ടാണ്, ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് പോർട്ട് ഇൻ ഇന്ത്യയാണ്, ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. തേർഡ് വൺ വിശാഖപട്ടണം എന്ന് പറയുന്നത് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അത് തെറ്റാണ്. കാരണം ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ എവിടെയാണ്, ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. വിശാഖപട്ടണം പോർട്ടിൻ്റെ പ്രത്യേകത എന്താണ്, അത് ലാൻഡ് ലോക്ക്ഡ് ആണ്, ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് പോർട്ടാണ് എന്ന് പറയുന്നത് വിശാഖപട്ടണം പോർട്ട് എന്ന് പറയുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ, ഓപ്ഷൻ ബി ആയിരിക്കും. ഓൺലി 2 പേഴ്സ്, അതായത് 1ഉം 2ഉം മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓൺലി 2 പേഴ്സ് ആർ റൈറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ട്രീസ്, ജാക്ക് ഫ്രൂട്ട്, മഹുവ, തേക്ക്. ഹൗ മെനി ഓഫ് ദ എബോ ആർ ഡെസിജിയസ് ട്രീസ്? ഓക്കെ, ഡെസിജിയസ് ട്രീസ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ കണ്ണും പൂട്ടി പറയാവുന്ന ഏതാണ്, തേക്ക് ഒരു തേക്ക് എന്താണ്, ഒരു ഡെസിജിയസ് ട്രീ ആണ്. കാരണം നമുക്കറിയാം ഡെസിജിയസ് ട്രീസിനെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പഠിക്കുന്നത് എന്താണ്, തേക്കിനെയാണ് പഠിക്കുന്നത്. ഓക്കെ, തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രോപ്പിക്കൽ ഡെസിജിയസ് ട്രീ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ തേക്ക് ഒരു ട്രോപ്പിക്കൽ ഡെസിജിയസ് ട്രീ ആണ്. ദെൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ജാക്ക് ഫ്രൂട്ട് എന്താണ്, അത് ഒരു ഡെസിജിയസ് ട്രീ അല്ല, പകരം എന്താണ് ഒരു എവർഗ്രീൻ ആണ്. കാരണം ജാക്ക് ഫ്രൂട്ട്സ് എന്താണ് എപ്പോഴും അതെന്താണ് ലീവ്സൊക്കെ കാണും, അത് വേനൽക്കാലത്ത് എന്താണ് ലീഫ് ഷെഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല. ജാക്ക് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു എവർഗ്രീൻ ട്രീ ആണ്. സോ ഫസ്റ്റും എവർഗ്രീൻ. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് എവർഗ്രീൻ ആണ്, ഒരു ലാർജസ്റ്റ് എവർഗ്രീൻ ട്രീ ആണ് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ദെൻ മഹുവ എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു ഡെസിജിയസ് ട്രീ ആണ്. മഹുവ എന്ന് പറഞ്ഞാൽ കോമൺലി ഫൗണ്ട് ഇൻ ദ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഒരു ഡെസിജിയസ് ട്രീ ആണ് എന്ന് പറയുന്നത് മഹുവ എന്ന് പറയുന്നത്. ഡ്രൈ ഡെസിജിയസ് ട്രീ ആണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്, ഓൺലി 2. ഓക്കെ, അതായത് 2 and 3 മാത്രമാണ് എന്ത് ഡെസിജിയസ് ട്രീ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്, അത് എവർഗ്രീൻ ആണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആയിരിക്കും. 2 and 3 മാത്രമാണ് എന്ത് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യ ഹാസ് മോർ അറേബിൾ ഏരിയ ദാൻ ചൈന. സെക്കൻഡ് വൺ, ദ പ്രൊപ്പോർഷൻ ഓഫ് ഇറിഗേറ്റഡ് ഏരിയാസ് ഈസ് മോർ ഇൻ ഇന്ത്യ ആസ് കമ്പയർഡ് ടു ചൈന. Third statement, the average productivity per hectare in Indian agriculture is higher than that in China. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇന്ത്യ ഹാസ് മോർ അറേബിൾ ഏരിയ ദാൻ ചൈന. ഇന്ത്യക്ക് എന്താണ് ചൈനയെക്കാട്ടി മോർ അറേബിൾ ഏരിയ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യയെക്കാട്ടിയും എത്രയോ വലിയൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ആ ചൈനയെക്കാട്ടിയും കൂടുതൽ അറേബിൾ ലാൻഡ് അല്ലെങ്കിൽ എന്താണ് ചൈനയെക്കാട്ടിയും കൂടുതൽ അറേബിൾ ഏരിയ ഇന്ത്യക്ക് ഉണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് തോന്നും. കാരണം എന്താണ് ഇന്ത്യയെക്കാട്ടിയും ഒരുപാട് വലുതാണ് ചൈന എന്ന് പറയുന്ന കൺട്രി. സോ അത്രയും വാസ്റ്റ് കൺട്രിയിൽ അത്രയും വാസ്റ്റ് കൺട്രിയും ഇന്ത്യയും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ അറേബിൾ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെങ്കിൽ അറേബിൾ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് അത് കുറച്ച് വേജാണ് അല്ലെങ്കിൽ എന്താണ് അത് കുറച്ച് എക്സ്ട്രീം ആയിട്ട് നമുക്ക് തോന്നും. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇന്ത്യക്കല്ല, പകരം എന്താണ് ചൈനയ്ക്കാണ് കൂടുതൽ അറേബിൾ ലാൻഡ് ഉള്ളത്. സോ ചൈന ഹാസ് ദ ലാർജസ്റ്റ് അറേബിൾ ഏരിയ. ഓക്കെ, സോ ചൈനയ്ക്കാണ് ദ ലാർജസ്റ്റ് അറേബിൾ ഏരിയ ഉള്ളത് ഇന്ത്യയെക്കാട്ടി. ആൻഡ് കാരണം എന്താണ് ബിക്കോസ്
ചൈനയുടെ വാസ്റ്റ് ടെറിട്ടറി ഉണ്ട്. അവരുടെ വാസ്റ്റ് ടെറിട്ടറിയാണ് അതിന് കാരണം. സോ അവർക്ക് നല്ല വാസ്റ്റ് ടെറിട്ടറി ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് അവർക്ക് അത്രയും കൂടുതൽ ലാൻഡ് എന്താണ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് വൺ, ദ പ്രൊപ്പോർഷൻ ഓഫ് ഇറിഗേറ്റഡ് ഏരിയാസ് ഈസ് മോർ ഇൻ ഇന്ത്യ ആസ് കമ്പയർഡ് ടു ചൈന. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൊപ്പോർഷൻ ഓഫ് ഇറിഗേറ്റഡ് ഏരിയ, ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഇന്ത്യസ് നെറ്റ് സോൺ ഏരിയ ഈസ് ഇറിഗേറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയുടെ എന്താണ് ഒരു പ്രൊപ്പോർഷൻ, ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഇന്ത്യയുടെ നെറ്റ് സോൺ ഏരിയ എന്താണ് ഇറിഗേറ്റഡ് ആണ്. അറൗണ്ട് 48-50% ഇന്ത്യയുടെ ലാൻഡ് എന്താണ് ഇറിഗേറ്റഡ് ആണ്. ഓക്കെ, അറൗണ്ട് 48-50% ഇന്ത്യയുടെ ലാൻഡ് എന്താണ് ഇറിഗേറ്റഡ് ലാൻഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചൈനയുടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഏകദേശം 41% ഓഫ് ലാൻഡ് മാത്രമാണ് എന്ത് ചൈനയുടേത് ഇറിഗേറ്റഡ് ലാൻഡ് വരുന്നുള്ളൂ. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് ഇറിഗേറ്റഡ് ഏരിയ ഈസ് മോർ ഇൻ ഇന്ത്യ ആസ് കമ്പയർഡ് ടു ചൈന. ഓക്കെ, ചൈനയെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇന്ത്യയുടെ ഇറിഗേറ്റഡ് ഏരിയ ആണ് എന്ത് കൂടുതലെന്ന് പറഞ്ഞത്. കാരണം ഇന്ത്യയുടെ ലാൻഡ് ഏരിയയിൽ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ നെറ്റ് സോൺ ഏരിയയിൽ ഏകദേശം 48 മുതൽ 50% വരെ എന്താണ് 48-50% എന്താണ് ഇറിഗേറ്റഡ് ഏരിയ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ചൈന ഇറ്റ്സ് ഓൺലി 41%. ചൈനയുടെ കാര്യത്തിൽ എന്നുള്ളത് വെറും 41% മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ തേർഡ് വൺ, the average productivity per hectare in Indian agriculture is higher than that in China. Okay, so average productivity per hectare in Indian agriculture അതെന്താണ് ചൈനയെക്കാട്ടി കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ചൈന എന്ന് പറഞ്ഞാൽ എന്താണ് ടെക്നോളജിക്കലി ഇന്ത്യയെക്കാട്ടി ഒരുപാട് മുന്നിലായിട്ടുള്ള രാജ്യമാണ്. ഓക്കെ, ടെക്നോളജിക്കലി ആയാലും അല്ല എന്താണ് മെഷീൻസിൻ്റെയൊക്കെ ഉപയോഗത്തിലായാലും ഇതിലെല്ലാ കാര്യത്തിലും എന്താണ് ചൈന ഇന്ത്യയെക്കാട്ടിയും ഒരുപാട് മുന്നിലുള്ള രാജ്യമാണ്. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇന്ത്യയെക്കാട്ടിയും കുറവാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതും നമുക്ക് ലോജിക്കലി കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കാരണം ചൈന എന്താണ് ഏതൊരു കാര്യം എടുത്താലും ഏതൊരു ഫീൽഡ് എടുത്താലും എന്താണ് ഇന്ത്യക്കാട്ടി ഒരുപാട് മുന്നിലാണ് ചൈന വരുന്നത്. കാരണം അവരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആണ് അതിൽ. സോ ആ ഒരു കാരണം കൊണ്ട് എന്താണ് അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലായാലും ചൈനയെക്കാട്ടിയും പ്രൊഡക്ടിവിറ്റി ഇന്ത്യക്കാണ് എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഇന്ത്യയെക്കാട്ടിയും പ്രൊഡക്ടിവിറ്റി ആണ് ചൈനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. ഓക്കെ, സോ ബെറ്റർ ടെക്നോളജിയും അതുപോലെ എന്താണ് ഇൻറ്റൻസീവ് ഫാമിങ്ങും കാരണം ചൈനയ്ക്കാണ് എന്ത് ആവറേജ് പ്രൊഡക്ടിവിറ്റി പെർ ഹെക്ടർ ഇൻ അഗ്രികൾച്ചർ ഈസ് ഹയർ ദാൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചൈനയ്ക്കാണ് ഇന്ത്യയെക്കാട്ടി ആവറേജ് പ്രൊഡക്ടിവിറ്റി പെർ ഹെക്ടർ കൂടുതലുള്ളത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺലി 1 ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റൈറ്റ് എന്ന് പറയുന്നത്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is the best example of a repeated falls in sea level giving rise to present day extensive marshland? Okay, so ഇതിൽ ഏതാണ് repeated fall in sea level giving rise to present day extensive marshland? First one Bhitarkanika mangroves, second one Marakanam salt pans, then Naupada swamp, final one Ran of Kutch. ഇതിൽ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് റാൻ ഓഫ് കച്ച് ആണ് ഇത് വരുന്നത്. ഓക്കെ, കാരണം റാൻ ഓഫ് കച്ച് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം ഇറ്റ്സ് എ വാസ്റ്റ് സീസണൽ സോൾട്ട് മാർഷാണ്. ഓക്കെ, റാൻ ഓഫ് കച്ച് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വാസ്റ്റ് സീസണൽ സോൾട്ട് മാർഷ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അതാണ് എന്ത് ഈ ഇവിടെ പറയുന്നത് അതിൻ്റെ റിപ്പീറ്റഡ് ഫോൾസ് ഇൻ സീ ലെവൽ ഗിവിങ് റൈസ് ടു പ്രസൻറ്റ് ഡേ എക്സ്റ്റെൻസീവ് മാർഷ് ലാൻഡ്, അതാണ് ഇത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഡി മാത്രമാണ് എന്ത് ഇതുമായിട്ട് കൺസിഡർ ചെയ്ത് ശരിയായിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയൊക്കെ എടുക്കുന്നത് ഭിത്തർക്കണിക മാംഗ്രൂവ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇന്ത്യയുടെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള മാംഗ്രൂവ് എക്കോസിസ്റ്റമാണ്. സോ സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രോ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, ദെൻ അതുകൂടാതെ എന്താണ് ഇവിടെ ഒരുപാട് സ്പീഷീസ് നമുക്കറിയാം. ഏതൊക്കെയാണ്? സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, അതുപോലെ ഇന്ത്യൻ പൈത്തൺ, ഇതൊക്കെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്പീഷീസാണ്. സോ അതാണിത് ഭിത്തർക്കണിക മാംഗ്രൂവ്സിനെ പറ്റി പറയുന്നത്. ദെൻ മരക്കാനം സോൾട്ട് പാൻസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സോൾട്ട് പാൻസ് ആണ് എന്ന് പറയുന്നത്. മരക്കാനം സോൾട്ട് പാൻസ് എന്ന് പറയുന്നത് ഓക്കെ തമിഴ്നാട്ടിലാണ്. അതുകൂടാതെ എന്താണ് ഏകദേശം ഒരു 4000 ഏക്കറോളം ഓക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സോൾട്ട് പാൻസ് ആണ് എന്ന് പറയുന്നത് മരക്കാനം സോൾട്ട് പാൻ എന്ന് പറയുന്നത്. ഏകദേശം 4000 ഏക്കറോളം സ്പ്രെഡായി കിടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നൗപാത സോംബ് പറയുന്നുണ്ട്. നൗപാത സോംബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്.
and also it is known as salt bowl of Andhra Pradesh. ഓക്കെ, ആന്ധ്രാപ്രദേശിൻ്റെ സോൾട്ട് ബോൾ എന്നാണ് ഏതറിയപ്പെടുന്നത്, നൗപദ സോംബ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് എന്താണ്, സോൾട്ട് ഫീൽഡ്സ് ആണ്. ഓക്കെ, ഉപ്പുപാടങ്ങൾ, സോൾട്ട് ഫീൽഡ്സ്, ഉപ്പുപാടങ്ങളാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്, റാൻ ഓഫ് കച്ചാണ് വരുന്നത്. അതാണ് എന്ത്, റിപ്പീറ്റഡ് ഫോൾസ് ഇൻ സീ ലെവൽ ഗിവിംഗ് റൈസ് ടു എ പ്രസൻറ്റ് എക്സ്റ്റൻസീവ് മാർഷൽ ലാൻഡ് എന്ന് പറയുന്നത് ഈ റാൻ ഓഫ് കച്ചാണ്. ഓക്കെ, സോ അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് 6, ilmenite and rutile abundantly available in certain coastal tracts of India are rich sources of which one of the following? Aluminium, copper, iron, titanium. So ilmeniteും അതുപോലെ റൂട്ടൈലും ഇത് ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഏതിൻ്റെ സോഴ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. abundantly available in certain coastal tracts of India are rich source of which of the following? Aluminium, copper, iron and titanium. ആൻസർ ഏതാണ് വരുന്നത്, ഇൽമനൈറ്റും അതുപോലെ തന്നെ റൂട്ടൈലും എന്തിൻ്റെയാണ്, ടൈറ്റാനിയത്തിൻ്റെയാണ്. ഓക്കെ, സോ ഇൽമനൈറ്റും അതുപോലെ എന്താണ് റൂട്ടൈലും പ്രൈമറി ഓർ മിനറൽസ് ഓഫ് ഏതാണ്, ടൈറ്റാനിയം ആണ്. ഓക്കെ, ദെൻ പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ. സോ ഈ ഒരു റീജിയനിലൊക്കെയാണ് ഇത് ഈ ഇൽമൈറ്റ് ആയാലും അതുപോലെ എന്താണ് റൂട്ടൈലും കൂടുതൽ കാണപ്പെടുന്നത്. സോ ഇത് എന്തിൻ്റെ ഓറാണ്, പ്രൈമറി ഓർ ഓഫ് ടൈറ്റാനിയം ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ആരായിരിക്കും പറയാം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി. Okay, so Department of Atomic Energy has been carrying out exploration of these minerals. Okay, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ആണ് ഈ മിനറൽസിൻ്റെ എക്സ്പ്ലോറേഷന് കാരണമാകുന്നത്, അല്ലെങ്കിൽ അവരാണ് ഇത് ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ടൈറ്റാനിയം ആണ്. പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീസ കോസ്റ്റിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് 7, about 3/4 of world cobalt, a metal required for the manufacture of batteries for electric motor vehicles, is produced by Argentina, ബോട്സ്വാന, ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കസാഖ്സ്ഥാൻ. ഓക്കെ, അഗെയിൻ ഇതെല്ലാം ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് എലിമിനേഷൻ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഫാക്ട് ബേസ്ഡ് ആയിട്ട് തന്നെ എന്താണ് ആൻസർ പോവാം. ബാക്കി ഡീറ്റെയിൽസും കൂടെ എന്താണ് ഇത് നോക്കി പോവാം. അപ്പോൾ വേൾഡ്സിൽ കൊബാൾട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്, ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ ആണ് ഇവിടെ വേൾഡ്സിൽ കൂടുതൽ കൊബാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം എത്ര ടോട്ടൽ പ്രൊഡക്ഷൻ്റെ ഏകദേശം 60%, 60 to 70%. ഓക്കെ, 70% എവിടെ നിന്നാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേൾഡിൻ്റെ കൊബാൾട്ട് 70% എവിടെയാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കൊബാൾട്ടിൻ്റെ യൂസസ് ഒക്കെ നോക്കുന്നത് നമുക്കിപ്പോൾ ലിഥിയം അയൺ ബാറ്ററീസിലൊക്കെ യൂസ് ചെയ്യാം. ദെൻ മാഗ്നറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇതുകൂടാതെ ഹൈ സ്ട്രെങ്ത് അലോയ്സിൽ യൂസ് ചെയ്യാം. സോ ഇതെല്ലാം എന്താണ് ഈ കൊബാൾട്ടിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ കൊബാൾട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ്. 70% ഓഫ് കൊബാൾട്ടും എവിടെ നിന്നാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 8, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പാർട്ട് ഓഫ് ദ കോങ്കോ ബേസിൻ. സോ കോങ്കോ ബേസിൻ്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിരുന്നത്, കാമറൂൺ, നൈജീരിയ, സൗത്ത് സുഡാൻ, ഉഗാണ്ട. അപ്പോൾ ഇതിൽ ഏതാണ് കോങ്കോ ബേസിൻ്റെ പാർട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് കോങ്കോ ബേസിലുള്ളതെന്ന് നോക്കാം. എന്നിട്ട് എന്താണ് അതിൽ നമുക്ക് ഓപ്ഷൻ ഏതെങ്കിലും വരുന്നത് നോക്കാം. അപ്പോൾ കോങ്കോ ബേസിൻ്റെ പാർട്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സെക്കൻഡ് വൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ദെൻ തേർഡ് വൺ Cameroon, fourth one Central African Republic, then fifth one പറയുന്നത് Equatorial Guinea, and last one
Gabon. Okay, so Republic of Congo, Democratic Republic of Congo, then Cameroon, Central African Republic, Equatorial Guinea ആൻഡ് ഗാബൺ. ഇത് ഇത്രയാണ് ഏത് പ്രധാനമായിട്ടും കോങ്കോ റിവർ ബേസിൻ വരുന്നത് അല്ലെങ്കിൽ കോങ്കോ ബേസിൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. കാരണം ക്യാമറൂൺ മാത്രമാണ് എന്താ നമുക്ക് ഇതിലുള്ളത്. ഓക്കെ, ബാക്കി നൈജീരിയയോ സൗത്ത് സുഡാനോ ഉഗാണ്ടോ ഒന്നും എന്താണ് കോങ്കോ ബേസിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. അപ്പോൾ ഇത് ഏതാണ് കോങ്കോ ബേസിൻ്റെ പാർട്ടെന്ന് വെച്ചാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്യാമറൂൺ ആണ് കോങ്കോ ബേസിൻ്റെ പാർട്ട്. ബാക്കി പാർട്ടും കൂടെ ജസ്റ്റ് ഓർമ്മിച്ച് നോക്കി. ഏതൊക്കെയാണ്? റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ദെൻ ക്യാമറൂൺ വരുന്നുണ്ട്, ദെൻ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് വരുന്നുണ്ട്, ഇക്വറ്റോറിയൽ ഗിനിയ വരുന്നുണ്ട്, ആൻഡ് ഫൈനലി ഗാബൺ വരുന്നുണ്ട്. സോ ഇത്രയാണിത് കോങ്കോ റിവർ ബേസിൻ്റെ അല്ലെങ്കിൽ കോങ്കോ ബേസിൻ്റെ പ്രധാനപ്പെട്ട പ്ലേസുകളെന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് 9. അമർകാന്ത ഹിൽസ് ആർ ദ കോൺഫ്ലുവൻസ് ഓഫ് വിന്ധ്യ ആൻഡ് സഹ്യാദ്രി റേഞ്ചസ്. സെക്കൻഡ് വൺ, ബിലിഗിരി രംഗൻ ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് സത്പുര റേഞ്ച്. തേർഡ് വൺ, ശേഷാചലം ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സതേൺ മോസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അതിൽ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ് ശേഷാചല ഹിൽസ് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതാണ്? അത് ആന്ധ്രാപ്രദേശിൽ വരുന്നതാണ്. സോ ആ ഒരു പ്ലേസിൽ വെസ്റ്റേൺ ഗട്ടിൻ്റെ സതേൺ മോസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും അത് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആന്ധ്രാപ്രദേശിൽ വരുമ്പോൾ ഈസ്റ്റേൺ ഗട്ട് പാർട്ടിലാണ് വരുന്നത്. സോ ശേഷാചല ഹിൽസ് എവിടെയാണ് വരുന്നത്? അത് വെസ്റ്റേൺ ഗട്ട്സിലല്ല, പകരം എവിടെയാണ് വരുന്നത്? ഈസ്റ്റേൺ ഗട്ട്സിലാണ് വരുന്നത്. ഓക്കെ, സോ ശേഷാചലം ഹിൽസ് ഈസ്റ്റേൺ ഹിൽസിലാണ് വരുന്നത്, ഈസ്റ്റേൺ ഗട്ട്സിലാണ് വരുന്നത്. ഇനിയിപ്പം നമുക്ക് വെസ്റ്റേൺ ഗട്ടിൻ്റെ സതേൺ മോസ്റ്റ് പാർട്ട് പറയുന്നത് അത് ഏതൊക്കെയായിരിക്കും? സതേൺ മോസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും വരുന്നത് കാർഡമം ഹിൽസോ അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് നീൽഗിരി ബയോസ്ഫിയർ റിസർവോ, ഇതൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് അത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സതേൺ മോസ്റ്റ് പാർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യായിരുന്നു. നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. സോ ഇതൊക്കെയായിരുന്നെങ്കിൽ എന്ത് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സതേൺ മോസ്റ്റ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഏതാണ് ശേഷാചല ഹിൽസ് വരുന്നത്? അത് ഈസ്റ്റേൺ ഗട്ട്സിലാണ് വരുന്നത്, വെസ്റ്റേൺ ഗട്ട്സിലല്ല. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണ്. തേർഡ്. ദെൻ ഫസ്റ്റ് പറയുന്നത് എന്താണ്? അമർകാന്ത ഹിൽസ് ആർ ദ കോൺഫ്ലുവൻസ് ഓഫ് വിന്ധ്യ ആൻഡ് സഹ്യാദ്രി റേഞ്ചസ്. ഓക്കെ, വിന്ധ്യ മുകളിലാണ് കിടക്കുന്നത്, അതുപോലെ സഹ്യാദ്രി റേഞ്ചസ് എന്നാണ് വെസ്റ്റേൺ ഗട്ട്സിലുള്ള മറ്റൊരു റേഞ്ചാണ്. അപ്പോൾ അമർകാന്ത ഹിൽസ് എന്ന് പറയുന്നത് വിന്ധ്യയുടെയും സഹ്യാദ്രിയുടെയും കോൺഫ്ലുവൻസ് ഉള്ള ഹിൽസ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം വിന്ധ്യയുടെയും സഹ്യാദ്രിയുടെയും അല്ല, പകരം എന്താണ് വിന്ധ്യയുടെയും സത്പുര റേഞ്ചിൻ്റെയാണ്. ഓക്കെ, സോ അമർകാന്ത ഹിൽസ് എന്ന് വെച്ചാൽ വിന്ധ്യയുടെയും സഹ്യാദ്രി റേഞ്ചിൻ്റെയും കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ, പക്ഷേ എന്താണ് വിന്ധ്യയുടെയും അതുപോലെ എന്താണ് സത്പുര റേഞ്ചിൻ്റെയാണ്. കോൺഫ്ലുവൻസ് ഓഫ് ദ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചാണ് എന്ന് പറയുന്നത് അമർകാന്ത ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശ് ഡിസ്ട്രിക്റ്റിലാണ്, മധ്യപ്രദേശ് സ്റ്റേറ്റിലാണ്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഇനി സെക്കൻഡ് പറയുന്നത് എന്താണ്? ബിൽരംഗൻ ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് സത്പുര റേഞ്ച്. ബിൽരംഗൻ ഹിൽസ് എന്താണ് സത്പുര റേഞ്ചിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ദ ബിൽരംഗൻ ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് സത്പുര റേഞ്ച് എന്നാണ് പറയുന്നത്. പക്ഷേ ബിൽരംഗൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? കർണാടകയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കർണാടകയിലാണ് ബിൽരംഗൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് എന്തിൻ്റെയൊക്കെ ബ്രിഡ്ജാണ്? ഇത് ഈസ്റ്റേൺ ഗട്ട്സിൻ്റെയും വെസ്റ്റേൺ ഗട്ട്സിൻ്റെയും ബ്രിഡ്ജാണ്. അല്ല എന്താണ് അതെന്താണ് സത്പുരയുടെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അത് ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ബ്രിഡ്ജായിട്ടാണ് ഏത് ബിലിരംഗൻ സ്ഥിതി ചെയ്യുന്നത്. ബിലിഗിരി രംഗൻ ഹിൽസ് ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ അതുപോലെ എന്താണ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ബയോ ജിയോഗ്രാഫിക് ബ്രിഡ്ജ് ആയിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇതിൽ കറക്റ്റ് അല്ല, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു അമർകാന്ത ഹിൽസ് ആർ ദ കോൺഫ്ലുവൻസ് ഓഫ് വിന്ധ്യ ആൻഡ് സഹ്യാദ്രി റേഞ്ച് അല്ല, പകരം ഏതാണ് വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ബിലിഗിരി രംഗൻ ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് സത്പുര റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതെന്താണ് ബിലിഗിരി രംഗൻ ഹിൽസ് എന്ന് പറയുന്നത് എന്താണ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെയും അതുപോലെ ഈസ്റ്റേൺ ഗട്ട്സിൻ്റെയും കൂടെ എന്താണ് ഒരു ബയോ ജിയോഗ്രഫിക്കൽ കോറിഡോറാണ് അല്ലെങ്കിൽ ബയോ ജിയോഗ്രഫിക്കൽ കണക്ഷനാണ്. ദെൻ തേർഡ് പറയുന്നത് എന്താണ് ശേഷാചലം ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സതേൺ മോസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ ശേഷാചലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റേൺ ഗട്ട്സിലല്ല, പകരം ഈസ്റ്റേൺ ഗട്ട്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സതേൺ മോസ്റ്റ് പാർട്ടാണെങ്കിൽ നമുക്ക് ഏത് പറയാം? നീൽഗിരി ബയോസ്ഫിയർ റിസർവോ അല്ലെങ്കിൽ കാർഡമൻ ഹിൽസോ പറയാം. സോ അതുകൊണ്ട് എന്താണ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, നണ്ണാണ്. നെക്സ്റ്റ് 10th question. With reference to India's project on connectivity, consider the following statements. First statement, East-West corridor under Golden
quadrilateral project connects Dibrugarh and Surat. Second statement, trilateral highway connects Mora in Manipur and Chiang Mai in Thailand via Myanmar. Third one, Bangladesh, China, India, Myanmar economic corridor. Okay, so Bangladesh, India, Myanmar economic corridor connect the Varanasi in Uttar Pradesh with Kunming in China. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അഗെയിൻ ഫാക്റ്റാണ്, അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ജസ്റ്റ് നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്ന അറ്റ്ലീസ്റ്റ് ഇത് വന്നേക്കുന്നത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കി, ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമർ എക്കണോമിക് കോറിഡോർ. ഓക്കെ, BCIM economic corridor connect Varanasi in Uttar Pradesh with Kunming in China. ഓക്കെ, വാരണാസി ഇൻ ഉത്തർപ്രദേശ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ചൈനയായിട്ട് ഒരു എക്കണോമിക് കോറിഡോർ, അല്ല എന്താണ് ചൈന, ഇന്ത്യ, മ്യാൻമർ, ബംഗ്ലാദേശുമായിട്ട് ഒരു എക്കണോമിക് കോറിഡോർ തുടങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഇതായിട്ട് കൺസിഡർ ചെയ്താൽ, ഓക്കെ, സോ ജസ്റ്റ് അസ്യൂം ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ഏരിയയിൽ എന്താണ് ചൈന ഉണ്ട് നമുക്കറിയാം. ഓക്കെ, സോ എല്ലാം കിടക്കുന്നത് ഈസ്റ്റേൺ റീജിയനിലാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ ഒരു ഈസ്റ്റേൺ റീജിയൻ അല്ലെങ്കിൽ എന്താണ് സൗത്ത് ഈസ്റ്റ് റീജിയനിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഉത്തർപ്രദേശ് വരെ വന്നിട്ട്, ഓക്കെ, ഉത്തർപ്രദേശ് വാരണാസി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് വളരെ കുറവാണ്. കാരണം കൂടുതലും എന്തായിരിക്കും, ഒന്നുകിൽ ഏതെങ്കിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്റ്റേറ്റോ ആയിരിക്കും എന്ത് ഇന്ത്യയിൽ ഇങ്ങനെ ചൈനയായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കോറിഡോർ വരുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ ഏകദേശം മിഡിൽ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്, ഇന്ത്യയുടെ മിഡിലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ വരെ കൊണ്ടുവരുന്നതിനെക്കാട്ടി ഏറ്റവും എളുപ്പം എന്തായിരിക്കും ഈസ്റ്റേൺ റീജിയനിലോ അല്ലെങ്കിൽ എന്താണ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് റോങ് ആയിട്ട് എടുക്കാം. അപ്പോൾ ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമർ എക്കണോമിക് കോറിഡോർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉത്തർപ്രദേശിനെ കണക്ട് ചെയ്തില്ല, പകരം എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, അത് വെസ്റ്റ് ബംഗാളിലാണ്, കൊൽക്കത്തയാണ്. ഓക്കെ, സോ ഇവിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള മാറ്റി വാരണാസി ഇൻ ഉത്തർപ്രദേശ് മാറ്റി എന്താണ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ വിത്ത് കുൻമിങ് ഇൻ ചൈന എന്നാക്കണം. ഓക്കെ, കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ വിത്ത് കുൻമിങ് ഇൻ ചൈന. സോ അതാണ് എന്ത് മൂന്നാമത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നത്. സോ 3 റോങ് ആണ്. ഓക്കെ, സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, നമുക്ക് അതിൽ നിന്ന് കിട്ടി. നെക്സ്റ്റ്, ഫസ്റ്റ് വൺ, ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ അണ്ടർ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോജക്റ്റ് പ്രകാരം ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ദിബ്രുഗഡ് ആൻഡ് സൂറത്തിനെയാണ് കണക്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രകാരം നമുക്ക് നോക്കാം, നോർത്ത്, സൗത്ത്, അതുപോലെ ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് നോക്കാം. നോർത്ത് എവിടെയാണ്, നോർത്ത് ശ്രീനഗർ മുതൽ സൗത്ത് എവിടെയാണ്, പ്രധാനമായിട്ടും കന്യാകുമാരി വരെയും, അതുപോലെ ഈസ്റ്റ് സിൽച്ചാർ മുതൽ വെസ്റ്റ് എവിടെയാണ്, പോർബന്ദർ വരെയും. ഓക്കെ, ഗുജറാത്തിലെ പോർബന്ദർ. അപ്പോൾ ശ്രീനഗർ നമുക്കറിയാം ജമ്മു കാശ്മീർ റീജിയനാണ്. ദെൻ സൗത്തിൽ കന്യാകുമാരി വരുന്നത് എവിടെയാണ്, തമിഴ്നാടാണ്. ഈസ്റ്റ് സിൽച്ചാർ വരുന്നത് എവിടെയാണ്, അത് ആസാം റീജിയനിൽ വരുന്നുണ്ട്. ദെൻ വെസ്റ്റ് പോർബന്ദർ എവിടെയാണ്, ഗുജറാത്ത് റീജിയനിൽ വരുന്നുണ്ട്. സോ ഇതിങ്ങനെയാണ് എന്ത് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കണക്ട് ചെയ്തത്. സോ ഇവിടെ പറയുന്നത് എന്താണ്, കണക്ട് ദിബ്രുഗഡ് ആൻഡ് സൂറത്ത് എന്നാണ് പറഞ്ഞത്, പക്ഷേ ദിബ്രുഗഡ് അല്ല, പകരം സിൽച്ചാർ ആൻഡ് പോർബന്ദറാണ്. ഓക്കെ, സോ ഈസ്റ്റും വെസ്റ്റും ഏതാണ്, സിൽച്ചാറും പോർബന്ദറുമാണ്, ദിബ്രുഗഡും അതുപോലെ എന്താണ് സൂറത്തും അല്ല. സോ ഫസ്റ്റ് എന്താണ് റോങ് ആണ്. ഈ നോർത്ത് സൗത്ത് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനഗർ, കന്യാകുമാരി ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് വൺ, ട്രൈലാറ്ററൽ ഹൈവേ കണക്ട്സ് മോറെ ഇൻ മണിപ്പൂർ ആൻഡ് ചിയാങ് മൈ ഇൻ തായ്ലാൻഡ് വയ മ്യാൻമർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതും എന്താണ് കണക്റ്റ് മോറെ ഇൻ മണിപ്പൂർ തന്നെയാണ്, ബട്ട് ചിയാങ് മൈ ഇൻ തായ്ലാൻഡ് അല്ല, പകരം എന്താണ് മയേസോത്ത് ഇൻ തായ്ലാൻഡാണ്. മയേസോത്ത്. ഓക്കെ, മയേസോത്ത് ഇൻ തായ്ലൻഡാണ്. ഓക്കെ, ചിയാങ് മൈ ഇൻ തായ്ലൻഡ് അല്ല, പകരം എന്താണ് മയേസോത്ത് ഇൻ തായ്ലൻഡാണ് വയ മ്യാൻമർ. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ്. ഇവിടുത്തെ ഈ ചിയാങ് മൈ മാത്രമാണ് എന്ത് റോങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ചിയാങ് മൈ അല്ല, പകരം ഏതാണ് മയേസോത്താണ് വരുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമർ എക്കണോമിക് കോറിഡോർ വാരണാസി ഇൻ ഉത്തർപ്രദേശും അതുപോലെ കുൻമിങ് ഇൻ ചൈന എന്ന് പറയുന്നത്. പക്ഷേ വാരണാസി അല്ല, പകരം എവിടെയാണ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ വിത്ത് കുൻമിങ് ഇൻ ചൈനയാണ്. സോ അതും എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, ഓപ്ഷൻ ഡി ആണ്, നണ്ണാണ് വരുന്നത്. അപ്പോൾ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഓർമ്മിച്ചോളണം. ഏതൊക്കെയാണ്, നോർത്ത് വരുമ്പോൾ ശ്രീനഗർ, സൗത്ത് കന്യാകുമാരി വരുന്നുണ്ട്, ദെൻ ഈസ്റ്റ് വരുമ്പോൾ സിൽച്ചാർ വരുന്നുണ്ട്, ആൻഡ് വെസ്റ്റ് വരുമ്പോൾ പോർബന്ദറാണ്. സെക്കൻഡ് പറയുന്നത് ട്രൈലാറ്ററൽ ഹൈവേ കണക്ട് മോറ ഇൻ മണിപ്പൂർ ആൻഡ് ചിയാങ് മൈ ഇൻ തായ്ലൻഡ് ആണ് പറയുന്നത്. പക്ഷേ തായ്ലൻഡ് അല്ല, ചിയാങ് മൈ ഇൻ തായ്ലൻഡ് അല്ല, പകരം എന്താണ് മയസോത്ത് ഇൻ തായ്ലൻഡ് ആണ് വയ മ്യാൻമർ.
ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമർ എക്കണോമിക് കോറിഡോർ കണക്ട് വാരണാസി ഇൻ ഉത്തർപ്രദേശ് എന്നാണ് പറഞ്ഞത്. പക്ഷേ വാരണാസി ഇൻ ഉത്തർപ്രദേശ് അല്ല, പകരം ഏതാണ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാളാണ് വിത്ത് കുൻമിങ് ഇൻ ചൈന. സോ എന്താണ് അതും റോങ് ആയിട്ടുള്ള ആൻസറാണ്. സോ ആൻസർ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. Statement 1. India, despite having uranium deposits, depends on coal for most of its electricity production. Second statement. Uranium enriched to the extent of at least 60% is required for the production of electricity. So which one of the following is the correct in respect of the above statement? First one, both statement 1 and statement 2 are correct, and statement 2 is the correct explanation of statement 1. Second, both statement 1 and statement 2 are correct, and statement 2 is not the correct explanation of statement 1. C, statement 1 is correct, but statement 2 is incorrect. D, statement 1 is incorrect, but statement 2 is correct. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഏത് ആൻസറാണ്, ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, ഇന്ത്യ ഡെസ്പൈറ്റ് ഹാവിങ് യുറാനിയം ഡെപ്പോസിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ കോൾ ഫോർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനാണ്? കോളിനെയാണ്. ഓക്കെ, നമുക്ക് യുറാനിയം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോളിനെയാണ്. ഓക്കെ, സോ 70% ഓഫ് ടോട്ടൽ ജനറേഷൻ എന്താണ്? കോളിൽ നിന്നായിരുന്നു. ഓക്കെ, സോ ടോട്ടൽ ജനറേഷൻ്റെ 70% എന്താണ്? നമ്മൾ കോളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിന്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വന്ന് നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യുക. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? യുറേനിയം enriched to the extent of at least 60% is required for the production of electricity. അതായത് എന്താണ്? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലും മറ്റുമൊക്കെ എന്താണ് ഏകദേശം 60% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നമുക്ക് എന്താണ് ഇത്രയും 60% യുറേനിയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ മാക്സിമം എന്താണ് 3% to 5% യുറേനിയത്തിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ 60% ആയ നാളെ നമുക്ക് എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റഡി പർപ്പസിന് മീൻസ് എന്താണ് റിസർച്ച് പർപ്പസിനോ അതുപോലെ എന്താണ് വെപ്പൺസിൻ്റെയൊക്കെ പർപ്പസിനൊക്കെ എന്താണ് 60% നമുക്ക് യൂസ് ചെയ്യാം. റിസർച്ച്, വെപ്പൺ, അതിനൊക്കെ വേണ്ടി നമുക്ക് 60% യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ യുറേനിയം എൻറിച്ച്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി എന്താണ് ഏകദേശം 3 to 5% ആവശ്യം മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു യുറേനിയം ഡെപ്പോസിറ്റ് ആണെന്ത് യുറേനിയം യൂസ് ചെയ്താണെന്ത് യുറേനിയം ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇലക്ട്രിസിറ്റിയാണെന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മോസ്റ്റ് കോളിനാണെന്ത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് യുറേനിയം എൻറിച്ച്മെൻറ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 60% വേണമെന്നാണ് പറയുന്നത്. എന്താണ്? പക്ഷേ 60% ആവശ്യമില്ല. നമുക്ക് ഏകദേശം എത്രയാണ്? വെറും 3 to 5% മാത്രമേ എന്ത് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ വേണ്ടി ആവശ്യമുള്ളൂ. പക്ഷേ 60% വേണമെങ്കിൽ അത് എവിടെ പോകും? റിസർച്ച് അതുപോലെ തന്നെ വെപ്പൺ കൺസ്ട്രക്ഷൻ ഇതിനൊക്കെ വേണ്ടിയാണ് 60% ആവശ്യമുള്ളത്. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, സോ അതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 12. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. Marsupials are not naturally found in India. Second statement, marsupials can thrive only in mountain grassland with no predators. ഓക്കെ, അപ്പോൾ എഗെയിൻ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മർസുപ്പിയൽസ് നമുക്കറിയാം ഈ കങ്കാരൂസിനെ പോലുള്ള അനിമൽസിനാണ് എന്ത് മർസുപ്പിയൽസ് എന്ന് പറയുന്നത്. സോ മർസുപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം മർസുപ്പിയൽസ് എന്താണ് ഇന്ത്യയിൽ അങ്ങനെ നാച്ചുറലി ഫൗണ്ട് ആവുന്നില്ല. പ്രധാനമായിട്ടും ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? മർസുപ്പിയൽസ് മെയിനായിട്ട് കാണപ്പെടുന്നത് ഓസ്ട്രേലിയ, ന്യൂ ഗിനിയ, ദെൻ അമേരിക്കാസ്, ഓക്കെ അമേരിക്കാസ്. സോ ഇവിടെയൊക്കെയാണ് മർസുപ്പിയൽസ് മെയിനായിട്ട് കാണപ്പെടുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണെന്ന് മനസ്സിലാവും. കാരണം മർസുപ്പിയൽസ് നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യയിൽ നിന്ന് നാച്ചുറലി ഫൗണ്ട് ആവുന്നില്ല. സോ അതെന്താണ് ശരിയാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, മർസുപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൗണ്ടൻ ഗ്രാസ്ലാൻഡ് വിത്ത് നോ പ്രഡേറ്റേഴ്സ്. അതെന്താണ് കുറച്ച് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് ആണ്. മർസുപ്പിയൽസിന് എവിടെയാണ് മൗണ്ടൻ ഗ്രാസ്ലാൻഡിൽ മാത്രമേ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. മർസുപ്പിയൽസിന് എന്താണ് മൗണ്ടൻ ഗ്രാസ്ലാൻഡിൽ മാത്രമല്ല പകരം എവിടെയൊക്കെ നിൽക്കാനായിട്ട് പറ്റും? എസ്പെഷ്യലി ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ദെൻ ഡ്രൈ ഡെസേർട്സിൽ കാണപ്പെടുന്നുണ്ട്, വുഡ് ലാൻഡ്സിൽ കാണപ്പെടുന്നുണ്ട്. സോ ഇവിടെയെല്ലാം എന്താണ്
ഈ മർസുപ്പിയൽസ് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. സോ എന്താണ് മൗണ്ടൻ ഗ്രാസ് ലാൻഡിൽ മാത്രമാണ് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൗണ്ടൻ ഗ്രാസ് ലാൻഡിൽ മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്താണ് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. എഗെയിൻ അപ്പോൾ ആൻസർ ഏതായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് എന്ത് ആൻസർ വരുന്നത്. അപ്പോൾ മർസുപ്പിയൽസ് കാണുന്ന പ്ലേസ് ജസ്റ്റ് നോക്കിയൊക്കെ ഓസ്ട്രേലിയ, ന്യൂഗിനിയ ആൻഡ് അമേരിക്കാസ്. നെക്സ്റ്റ്, ഇൻവേസീവ് സ്പീഷീസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് that develops global invasive species database belong to which one of the following organization? The International Union for Conservation of Nature, that is IUCN, the United Nations Environment Program, then UNEP, United Nations World Commission for Environment and Development, D, the World Wild Fund for Nature. Okay, അപ്പോൾ ഇതിൽ ഏതാണ് ഇൻവേസീവ് സ്പീഷീസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ്? ഓക്കെ, സോ അതിൻ്റെ ഡെവലപ്സ് ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷ്യൽ ഡേറ്റാബേസ്. അപ്പോൾ ഇവരാണ് ഈ ഇൻവേസീവ് സ്പീഷ്യസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പാണ് ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷ്യസ് ഡേറ്റാബേസിൻ്റെ ഡെവലപ്സ്. ഓക്കെ, അത് തയ്യാറാക്കുന്ന ആരാണ്? ഇവരാണ്. ഓക്കെ, ഈ ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷ്യസിൻ്റെ ഡേറ്റാബേസ് തയ്യാറാക്കുന്നത് ഇൻവേസീവ് സ്പീഷ്യസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പാണ്. സോ അവരിത് ഏത് ഓർഗനൈസേഷനിൽ വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എഗെയിൻ ഫാക്റ്റാണ്, അറിഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ IUCN ആണ്. ഓക്കെ, അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചറിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ്സ് ഓർഗനൈസ്ഡ് അണ്ടർ ദ സ്പീഷ്യൽ സർവൈവൽ കമ്മീഷൻ ഓഫ് IUCN. ഓക്കെ, സ്പീഷ്യസ് സർവൈവൽ Commission of IUCN. Okay, so it's a species survival commission of IUCN ലാണ് ഏത് വരുന്നത്? ഈ ഇൻവേസീവ് സ്പീഷ്യസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ്സ് വരുന്നത്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 14, ലയൺ ടൈൽഡ് മാക്കോക്ക്, മലബാർ സിവറ്റ്, സാമ്പാർ ഡിയർ. So how many of the above are generally nocturnal or most active after സൺസെറ്റ്? ഓക്കെ, നൊക്ടേണൽ എന്ന് വെച്ചാൽ നമുക്കറിയാം രാത്രി കാലങ്ങളിൽ മാത്രം കൂടുതൽ ആക്റ്റീവ് ആവുന്നതിന് നൊക്ടേണൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നൊക്ടേണൽ അനിമൽ അല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ സൺസെറ്റ്, മോസ്റ്റ് ആക്റ്റീവ് ആഫ്റ്റർ സൺസെറ്റ്, അങ്ങനത്തെ അനിമൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് വൺ ലയൺ ടൈൽഡ് മാക്കോക്ക്, ദെൻ മലബാർ സിവറ്റ്, സാമ്പാർ ഡിയർ. ഇതിൽ ഏതൊക്കെയാണുള്ളതെന്നാണ് ചോദിച്ചിരുന്നത്. നമുക്കറിയാം ലയൺ ടൈൽഡ് മാക്കോക്ക് എന്താണ് കൂടുതലും മോർണിംഗ് ടൈമിലായിരിക്കും അവർ ആക്റ്റീവ് ആകുന്നത്. അവർ ഡൈവേർണലാണ്. ഓക്കെ, അതായത് എന്താണ് അവർ മോർണിംഗ് ടൈമിലാണ് അവർ ആക്റ്റീവ് ആകുന്നത്. സോ ഫസ്റ്റ് എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ആക്റ്റീവ് ഡ്യൂറിങ് മോർണിംഗ്, ഡൈയൂർണലാണ്. ദെൻ സെക്കൻഡ് വരുന്നത് മലബാർ സിവറ്റ് വരുന്നുണ്ട്. മലബാർ സിവറ്റ് എന്താണ് സ്ട്രിക്ട്ലി നൊക്ടേണലാണ്. ഓക്കെ, അവരെന്താണ് നൊക്ടേണൽ അനിമലാണ്. മലബാർ സിവറ്റ് നൊക്ടേണലാണ്. ഓക്കെ, സോ അതെന്താണ് സ്ട്രിക്ട്ലി നൊക്ടേണലായിട്ടുള്ള അനിമലാണ്. മെയിനായിട്ട് ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സിൽ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് എന്ന് പറയുന്നത് ഈ മലബാർ സിവറ്റ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴത്തെ IUCN സ്റ്റാറ്റസ് പറയുന്നത് ഏതാണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. ഓക്കെ, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ് എന്ന് പറയുന്നത് മലബാർ സിവറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സാമ്പാർ ഡിയർ. സാമ്പാർ ഡിയറിന് എന്താണ് അത് നോർമലി രാവിലെ, അതായത് എന്താണ് മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഡയറിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിലും അത് കൂടുതലും ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ സൺസെറ്റിന് ശേഷമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഡസ്ക് ആ ഒരു ടൈമിലാണെന്ത് അത് കൂടുതലും. ഓക്കെ, ഡോൺ ആൻഡ് ഡസ്ക് ആ ഒരു ടൈമിലാണെന്ത് അത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അതിനെ എന്താണ് നൊക്ടേണലായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം അത് അതിൻ്റെ പ്രഡേറ്റേഴ്സിൽ നിന്നൊക്കെ എന്താണ് രക്ഷ നേടാനായിട്ടാണ് ആ ഒരു ടൈം ചൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സാമ്പാർ ഡിയറിനെ നമുക്ക് നൊക്ടേണലായിട്ട് കൺസിഡർ ചെയ്യാം. പ്രധാനമായിട്ടും ഡോൺ ആൻഡ് ഡസ്ക് ടൈമാണ് അത് ചൂസ് ചെയ്യുന്നത്. കാരണം അതിനെന്താണ് അതിന് മറ്റേ പ്രഡേറ്റേഴ്സിൽ നിന്ന് എന്താണ് രക്ഷ നേടാനായിട്ടാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? 2ഉം 3ഉം മാത്രമായിരിക്കും. സോ ഓപ്ഷൻ ബി ഓൺലി 2 ആയിരിക്കും. ഫസ്റ്റ് വൺ ലയൺ ടൈൽഡ് മാക്കോക്ക് എന്താണ് അത് മോർണിംഗ് ടൈമിലാണ് എന്ത് ആക്റ്റീവ് ആവുന്നത്. സോ അതെന്താണ് തെറ്റായിട്ട് ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 14 ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് 15, which one of the following organism perform vagal dance for others of their kin to indicate the direction and distance of the source of their food? അപ്പോൾ ഇത് ഏത് ഓർഗാനിസം എന്നാണ് വേഗൽ ഡാൻസ് യൂസ് ചെയ്ത് അവരുടെ ഡയറക്ഷൻസ്, ദെൻ ഡിസ്റ്റൻസ് ടു സോഴ്സ് ഓഫ് ദ ഫുഡ്, ഇതെല്ലാം മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ബട്ടർഫ്ലൈസ്,
ഓപ്ഷൻ ബി ഡ്രാഗൺ ഫ്ലൈസ്, ഓപ്ഷൻ സി ഹണി ബീസ്, ഓപ്ഷൻ ഡി വാസ്പ്. അപ്പോൾ ഇതിൽ ഏത് ഓർഗാനിസമാണ് വാഗൽ ഡാൻസ് യൂസ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റിയെ എന്താണ് അറിയിക്കുന്നത്, ഈ ഡയറക്ഷൻസും അതുപോലെ എന്താണ് സോഴ്സ് ഓഫ് ഫുഡിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ അറിയിക്കുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഹണി ബീസ് ആണ്. ഓക്കെ, സോ ഹണി ബീസിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബിഹേവിയറാണ് എന്ന് പറയുന്നത് ഈ വാഗൽ ഡാൻസ് എന്ന് പറയുന്നത്. സോ അവർ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും ഇത്? ലൊക്കേഷൻ അറിയിക്കാനായിട്ട്, ദെൻ ഡിസ്റ്റൻസ് അറിയിക്കാൻ, ദെൻ ക്വാളിറ്റി ഓഫ് എ ഫുഡ്, അപ്പം ഇതെല്ലാം എന്താണ്, ഇതെല്ലാത്തിനും വേണ്ടി ഹണി ബീസ് യൂസ് ചെയ്യുന്നതാണ്. ഹണി ബീസ് യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് എന്ന് പറയുന്നത് വാഗൽ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹണി ബീസ് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ചില മഷ്റൂംസ് എന്താണ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് കാണുമെന്നാണ് പറയുന്നത്. ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു മഷ്റൂംസിന് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അപ്പോൾ അത് നമുക്ക് ശരിയായിട്ട് എടുക്കാം. സം മഷ്റൂംസ് ഹാവ് സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ്. അതെന്താണ് ശരിയാവും. കാരണം ചില ഏതെങ്കിലും ഒരു മഷ്റൂമിന് എന്താണ് ഈ സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. സം മഷ്റൂം ഹാവ് ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടീസ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ സം മഷ്റൂംസ് ഹാവ് ബയോലൂമിനസെൻറ്റ് പ്രോപ്പർട്ടീസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അതായത് എന്താണ് 1, 2, 3, 4 4 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഓൾ 4 ആയിരിക്കും. ഓക്കെ, സോ സം മഷ്റൂംസ് ഹാവ്, മഷ്റൂംസ് വരുന്നത് ഏതിലാണ്? മഷ്റൂംസ് വരുന്നത് കിങ്ഡം ഫംഗയിലാണെന്ത് മഷ്റൂംസ് വരുന്നത്. ഓക്കെ, കിങ്ഡം ഫംഗയിലാണെന്ത് മഷ്റൂംസ് വരുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് സം മഷ്റൂംസ് ആവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് ചില മഷ്റൂംസ് ലൈക്ക് റേഷി, ദെൻ ടർക്കി ടെയിൽ, അപ്പോൾ ഇതുപോലുള്ള മഷ്റൂംസിനൊക്കെ എന്താണ് കുറച്ച് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതെന്താണ് ചിലർക്ക് എന്താ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ക്യാൻസർ, സോ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിക്ക് വരെ എന്താണ് ചില മഷ്റൂംസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ റേഷി, അതുപോലെ എന്താണ് ടർക്കി ടെയിൽ, ഇതുപോലുള്ള മഷ്റൂംസൊക്കെ എന്താണ് ഇതെല്ലാം നമുക്ക് എന്താണ് മെഡിസിനൽ പ്രോപ്പർട്ടീസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇമ്മ്യൂൺ ബൂസ്റ്റിങ്ങിന് വേണ്ടിയും അതുപോലെ എന്താണ് ആൻറ്റി ക്യാൻസർ ആയിട്ടുമൊക്കെ എന്താണ് ഈ ഒരു മഷ്റൂംസ് യൂസ് ചെയ്യാൻ പറ്റും, ഇമ്മ്യൂൺ ബൂസ്റ്റിങ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് വന്നത് സം മഷ്റൂംസ് ഹാവ് സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ്. ചില മഷ്റൂംസ് എന്താണ് സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. ചില മഷ്റൂംസിൽ എന്തുണ്ട്? ഓക്കെ, സിലോസൈബിൻ പോലുള്ള ചില മഷ്റൂംസ് ഉണ്ട്. ഓക്കെ, സിലോസൈബിൻ പോലുള്ള മഷ്റൂംസിൽ ഒരു സിലോസൈബിൻ എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് സൈക്കോ ആക്റ്റീവ് ആണ്. അപ്പോൾ ഈ സിലോസൈബിൻ പോലുള്ള മഷ്റൂംസ്, ഓക്കെ, മഷ്റൂംസിലേക്ക് സിലോസൈബിൻ കണ്ടെയ്ൻ സൈക്കോ ആക്റ്റീവ് കോമ്പൗണ്ട് കാൾഡ് സിയോസൈബിൻ. ഓക്കെ, സിലോസൈബിൻ എന്ന് പറയുന്ന ഒരു സൈക്കോ ആക്റ്റീവ് കോമ്പൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഹാലൂസിനേഷൻ എഫക്റ്റ് കാര്യം, ഇത് കഴിക്കുന്നതുകൊണ്ട് എന്താണ് ഹാലൂസിനേഷൻ എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഹാലൂസിനേഷൻ എഫക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ സം മഷ്റൂംസ് ഹാവ് ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടീസ്. ചില മഷ്റൂംസ് എന്താണ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നത് അത് എന്താണ് ശരിയാണ്. കാരണം ചിലർക്ക് നാച്ചുറൽ ഇൻസെക്ട് കില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ ഡിഫൻസ് മെക്കാനിസം അവരിൽ തന്നെ എന്താണ് അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ അതും ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ പിന്നെ പറയുന്നത് സം മഷ്റൂംസ് ഹാവ് ബയോലൂമിനസെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം എന്താണ് 70ഓളം മഷ്റൂം സ്പീഷീസിൽ എന്താണ് ഈ ഒരു ബയോലൂമിനസെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എസ്പെഷ്യലി ഇത് ഗോസ്റ്റ് മഷ്റൂം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഗോസ്റ്റ് ഫംഗസ് അല്ലെങ്കിൽ ഗോസ്റ്റ് മഷ്റൂംസ് എന്ന് പറയുന്നത് എന്താണ് ഇതുപോലെ ലൂമിനസെൻറ്റ് ചെയ്യും, അതായത് എന്താണ് ഗ്ലോ ചെയ്യും. ഡാർക്ക് ടൈമിൽ ഇത് ഗ്ലോ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ഓൾ 4. എല്ലാം എന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ഇന്ത്യൻ സ്ക്വറൽസ്. They build nest by making burrows in the ground. They store their food materials like nuts and seeds in the ground. They are omnivorous. How many of the above statements are correct? ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ആദ്യം ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ഇന്ത്യൻ സ്കോളേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഒംനിവോറസ് ആണ്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്നതാണ്. കാരണം അവർ കൂടുതലും കഴിക്കുന്നത് എന്തൊക്കെയാണ്? നട്ട്സ് കഴിക്കാറുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, അതുപോലെ ചില പ്ലാന്റ്സ് കഴിക്കാറുണ്ട്, ആൻഡ് ആൾസോ സ്മോൾ ആനിമൽസിനെ അല്ലെങ്കിൽ സ്മോൾ ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കാറുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അവർ ഒംനിവോറസ് ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സ്ക്വറൽസ് ബിൽറ്റ് നെസ്റ്റ്
സോറി ദേ ബിൽറ്റ് നെസ്റ്റ് ബൈ മേക്കിംഗ് ബൊറോസ് ഇൻ ദ ഗ്രൗണ്ട്. നമുക്കറിയാം ഇന്ത്യൻ സ്ക്വയറൽസ് കൂടുതലും എവിടെയാണ് കാണപ്പെടുന്നത്? അവർ കൂടുതലും ഉള്ളത് മരത്തിൻ്റെയൊക്കെ മുകളിലാണ്, അല്ലാതെ എന്താണ് ഗ്രൗണ്ടിൽ ബറോ ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു നമുക്ക് ജസ്റ്റ് ഒരു നോളജ് യൂസ് ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെന്താണ് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അവർ കൂടുതലും നെസ്റ്റ് ബിൽറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? മരത്തിൻ്റെ മുകളിലായിരിക്കും, അല്ല എന്താണ് ഗ്രൗണ്ടിലല്ല, ഗ്രൗണ്ടിൽ ബോറോ ചെയ്തല്ല കൂടുതൽ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. സോ അതെന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സെക്കൻഡ് വൺ, ദേ സ്റ്റോർ ദിയർ ഫുഡ് മെറ്റീരിയൽസ് ലൈക്ക് നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻ ദ ഗ്രൗണ്ട്. അതെന്താണ് അവർക്ക് വേണ്ട ഫുഡ് മെറ്റീരിയൽസും നട്ട്സും ഒക്കെ എന്താണ് ഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ശരിയാണ്. കാരണം എസ്പെഷ്യലി ഇന്ത്യൻ പാം സ്ക്വറൽ ഓക്കെ, ഇന്ത്യൻ പാം സ്ക്വറൽസൊക്കെ എന്ത് ചെയ്യും? അവർ ഈ കോൾഡ് ക്ലൈമറ്റിൽ അല്ലെങ്കിൽ കോൾഡ് ടൈമിൽ ആ ഒരു വെതർ വരുമ്പോൾ, കോൾഡ് വെതർ വരുന്ന ടൈമിൽ എന്ത് ചെയ്യും? പുറത്തിറങ്ങാതിരിക്കാനായിട്ട് ആ ടൈമിലത്തേക്ക് വേണ്ടിയുള്ള ഫുഡും മറ്റ് മെറ്റീരിയൽസൊക്കെ അല്ലെങ്കിൽ നട്ട്സ് പോലുള്ള കാര്യങ്ങൾക്ക് എന്താണ് അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കും. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോൾഡ് വെതർ ടൈമിലത്തേക്ക് വേണ്ടി അവരെന്താണ് മുൻകൂട്ടി ഫുഡ് ഐറ്റംസും മറ്റുമൊക്കെ എന്താണ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ദെൻ ദേ ആർ ഒംനിവോറസ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്ലാന്റ് മെറ്റീരിയൽസ്, അതുപോലെ എന്താണ് സ്മോൾ ആനിമൽസ് അല്ലെങ്കിൽ സ്മോൾ ഇൻസെക്ട്സ്, നട്ട്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. സോ അതുകൊണ്ട് അവർ ഒംനിവോറസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ഓൺലി 2. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. കാരണം അവർ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? കൂടുതലും ട്രീസിലായിരിക്കും, അല്ല എന്താണ് ഗ്രൗണ്ടിലായിരിക്കത്തില്ല. ഓക്കെ, സോ 17ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 മാത്രമേ ഉള്ളൂ. 2 and 3 സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും മാത്രമാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ 18, some microorganisms can grow in environments with the temperature above the boiling point of water. ഓക്കെ, ശരിയായുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ചില മൈക്രോ ഓർഗാനിസത്തിന് എന്താണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിനെക്കാട്ടി മുകളിലുള്ള ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റും. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ, സം മൈക്രോ ഓർഗാനിസം ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെൻറ്റ്സ് വിത്ത് ടെമ്പറേച്ചർ ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അതും ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ചില മൈക്രോ ഓർഗാനിസിന് ഏതെങ്കിലുമൊക്കെ ഒരു മൈക്രോ ഓർഗാനിസിന് ഗ്രോ ചെയ്താലും മതിയല്ലോ. അപ്പോൾ അതെന്താണ് ശരിയാണ്. Some microorganisms can grow in highly acidic environment with pH below 3. ഓക്കെ, അതായത് ഹൈലി അസിഡിക് എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ് ശരിയാണ്. കാരണം 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഫസ്റ്റ് പറയുന്നത് സം മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെൻറ്റ്സ് വിത്ത് ടെമ്പറേച്ചർ എബോവ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ഇതിലെന്താണ് ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെന്താണ് ശരിയാണ്. കാരണം അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് എക്സ്ട്രീമോഫൈൽസ്. ഓക്കെ, സോ എക്സ്ട്രീമോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് ബോയിലിംഗ് പോയിൻറ്റ് മുകളിലുള്ള ടെമ്പറേച്ചറിൽ എന്താണ് ഇവർക്ക് ജീവിക്കാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മുടെ ഓഷൻ്റെയൊക്കെ ഹൈഡ്രോ തെർമൽ വെൻറ്റിൽ കാണാൻ പറ്റും. ഹൈഡ്രോ തെർമൽ വെൻറ്റിൽ. സോ ഈ ഓഷൻ്റെ ഹൈഡ്രോ തെർമൽ വെൻറ്റിലൊക്കെ എന്താണ് പ്രധാനമായിട്ടും ഇവരെ കാണാൻ പറ്റും, എക്സ്ട്രീമോഫൈൽസിനെ കാണാൻ പറ്റും. ദെൻ സെക്കൻഡ് പറയുന്നത് സം മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെൻറ്റ്സ് വിത്ത് ടെമ്പറേച്ചർ ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അതും എന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവർ പറയുന്ന പേരാണ് സൈക്രോഫൈൽസ്. സൈക്രോഫൈൽസ് എന്നല്ലെങ്കിൽ ക്രയോഫൈൽസ് എന്നും പറയാറുണ്ട്. സോ ഇവരെന്താണ് -50 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് -25 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എന്താണ് ഇവർ ജീവിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് സൈക്രോഫൈൽസ് എന്നാണ് അവരെ പറയുന്നത്. സോ അവർക്ക് എന്താണ് ദേ ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെൻറ്റ് വിത്ത് ടെമ്പറേച്ചർ ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ 0 ഡിഗ്രിയാണ് പറയുന്നത്. അതിൻ്റെ ബിലോയിൽ വരുമ്പോൾ എന്താണ് -15 ഡിഗ്രി ടു -25 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എന്താണ് അവർക്ക് ലിവ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് പറയുന്നത് എന്താണ് സം മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഇൻ ഹൈലി അസിഡിക് എൻവയോൺമെൻറ്റ് വിത്ത് എ pH ബിലോ 3. ഓക്കെ, pH ബിലോ 3 അതായത് ഭയങ്കര അസിഡിക് ആയിരിക്കും അവരിത് പറയുന്നത്. അതും ശരിയാണ്. കാരണം അസിഡോഫൈൽസ് ഓക്കെ ദേ ക്യാൻ thrive in highly acidic environment. ഓക്കെ, സോ അതെന്താണ് ശരിയാണ്, ബിലോ pH 3. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഓൾ 3. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, which one of the following makes a tool with a stick to scrap insects from a hole in the tree or a log of wood? ഫിഷിംഗ് ക്യാറ്റ്, ഒറാങ്കുട്ടൻ, ഓട്ടർ, സ്ലോത്ത് ബിയർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നമുക്ക് കിട്ടുന്നതാണ്. കാരണം എന്താണ് ഒരു ടൂൾ യൂസ് ചെയ്ത് അത് എന്താണ് സ്റ്റിക്ക് ചെയ്ത് ഇൻസെക്ട്സിനെയൊക്കെ എന്താണ് ഈ ട്രീസിൻ്റെ ഹോളിൽ നിന്നാണ് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് നടത്തുന്ന ഒരു ജീവിതത്തിൽ ഏതാണ്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ എന്താണ് തിങ്ക് ചെയ്യാനൊക്കെ കഴിവുള്ള എന്തായിരിക്കും? കൂടുതലും മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒറാങ്കൂട്ടനാണ് വരുന്നത്. ഓക്കെ, കുരങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടവർക്കാണ് എന്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കുറച്ചും കൂടെ ഒരു ടെൻഡൻസി ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ എബിലിറ്റി ഉള്ളത്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഒറാങ്കൂട്ടാണ് എന്ത് ആൻസർ വരുന്നത്. ഓക്കെ, സോ അവരാണ് എന്ത് ഇതുപോലെ ടൂൾസ് യൂസ് ചെയ്ത് ടൂൾസ് വിത്ത് സ്റ്റിക്ക് ടു സ്ക്രാപ്പ് ഇൻസെക്ട്സ് ഫ്രം ദ ഹോൾസ് ഓഫ് എ ഓർ ഹോൾസ് ഇൻ എ ട്രീ ഓർ എ ലോഗ് ഓഫ് വുഡ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒറാങ്കൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലാർജ്
പ്രൈമേറ്റ് ആണ്. അതിൻ്റെ നേറ്റീവ് വരുന്നത് പ്രധാനമായിട്ടും റെയിൻ ഫോറസ്റ്റ് ഓഫ് ബോർണിയോ ആൻഡ് സുമാത്ര ഐലൻഡ്സിലേക്കാണ്. ഓക്കെ, നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനിൽ. ഓക്കെ, ദെൻ ഇവർ കൂടുതൽ എന്താണ് ഇവരുടെ ലൈഫ് ടൈമിൽ കൂടുതൽ ടൈം എവിടെയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്? കൂടുതലും ട്രീസിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. കൂടുതലും എവിടെയാണ്? ട്രീസിലാണ്. സോ ഇതൊക്കെയാണിത് ജസ്റ്റ് ഒറാങ്ങൂട്ടിനെ പറ്റിയുള്ള. സോ ഈ ഒരു ടൂൾ നിർമ്മിക്കുന്നതിൽ ആരാണ്? ഒറാങ്ങൂട്ടാനാണിത് പ്രധാനമായിട്ട് ഇവിടെ വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് 19. Consider the following statements. Aerosols, foam agents, fire retardants and lubricants. In the making of how many of the above are hydrofluorocarbons used? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോഫ്ലൂറോകാർബൺസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ് അല്ലെങ്കിൽ HFC എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമുക്ക് CFC എന്താണെന്ന് അറിയാം, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്താണെന്ന് അറിയാം. CFC എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ റെഫ്രിജറേറ്റർ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു തരം ഒരു പ്രോഡക്റ്റാണ് എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിലായാലും നമ്മുടെ ഓസോൺ ലെയേഴ്സിനൊക്കെ ആയാലും തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ CFCs ആണ്. കാരണം ഓസോണിൻ്റെ ഡിപ്ലീഷൻ വരെ ഈ CFCs കാരണമാകുന്നുണ്ട്. സോ എന്താണ് അപ്പോൾ HFC എന്ന് പറയുന്നത്? HFC എന്ന് വെച്ചാൽ ഏതൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ, ദെൻ ഫ്ലൂറിൻ, ആൻഡ് ഫൈനലി ഏതൊക്കെ ഉണ്ട്? ഹൈഡ്രജനായി, ഫ്ലൂറിനായി, ദെൻ ഫൈനൽ വരുന്ന ഏതാണ്? കാർബൺ. സോ ഇവരുടെ 3 പേരുടെ ആറ്റംസാണ് ഏതിലുള്ളത്? HFCയിലുള്ളത്. സോ ഇത് പ്രധാനമായിട്ടും എന്താണ് ചെയ്യുന്നത്? CFCയെയും അതുപോലെ തന്നെ HCFCയും. ഓക്കെ, CFC നമുക്കറിയാം, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതുകൂടാതെ എന്താണ്? ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, അതാണ് HCFC. അപ്പോൾ ഇത് രണ്ടിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ HFC എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബണെ അതുപോലെ എന്താണ് HCFCയും ഓക്കെ ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബണയും കൂടെ എന്താണ് റീപ്ലേസ് ചെയ്തിട്ട് വന്ന ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്? HFCs എന്ന് പറയുന്നത്, അതായത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താണ് ഇവരെ അപേക്ഷിച്ച് CFCയൊക്കെ അപേക്ഷിച്ച് എന്താണ് പൊല്യൂഷൻ വളരെ കുറവാണ്. സോ അതുകൊണ്ടാണ് HCFC ആണ് ഇവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് വന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, എയറോസോൾസ്, ഫോം ഏജൻസ്, ഫയർ റിട്ടാർഡൻസ്, ലൂബ്രിക്കൻസ്, ഇതിൽ ഏതൊക്കെയാണ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കണം. നമുക്ക് ആദ്യത്തെ എടുക്കാം, എയറോസോൾസിൻ്റെ എന്താണ്? എയറോസോൾസ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബേസ്ഡ് അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊപ്പലൻസ്. ഓക്കെ, ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊപ്പലൻസ് യൂസ് ചെയ്യും. അങ്ങനെ അത് ഏതൊക്കെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറയാം. പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, ഐസോബ്യൂട്ടെയിൻ, ഇതൊക്കെ എന്താണ് ഈ ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊപ്പലൻസ് ആണ്. അപ്പോൾ പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, അതുപോലെ എന്താണ് ഐസോബ്യൂട്ടെയിൻ, ഇതൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? എയറോസോൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? കാരണം ഇതിൽ നിന്ന് നമ്മളിപ്പോൾ എയറോസോൾസ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഹെയർ സ്പ്രേ, അതുപോലെ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ ഈ ക്യാൻ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്ന ക്യാനുകൾ. അപ്പോൾ ഇതിലൊക്കെ എന്ത് കൂടുതലും എയറോസോൾസിൽ എന്താണ് എയറോസോൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യും? ഈ ഒരു മെറ്റീരിയൽ പുറത്ത് വരാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ക്യാനിൽ നിന്ന് പുറത്ത് വരാനായിട്ടുള്ളൊരു പുഷിങ് വേണ്ടി എന്താണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാം. സോ അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. അവിടെ എന്താണ് ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊപ്പെയിനും ബ്യൂട്ടെയിനും അതുപോലെ തന്നെ ഐസോബ്യൂട്ടെയിനും ഇതൊക്കെ എന്താണ് യൂസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് ശരിയാണ്. സെക്കൻഡ് വന്നതാണ് ഫോം ഏജൻസിലാണ്. അതിലും എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാസ്റ്റിക് ഇൻസുലേറ്റിംഗ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്യാറുണ്ട്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ തേർഡ് വരുന്ന ഫയർ റിട്ടാർഡൻസിലാണ്. ഫയർ റിട്ടാർഡൻസിൽ എന്താണ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്, ബട്ട് എന്നിരുന്നാലും എന്താണ് അതിലും യൂസ് ചെയ്യാറുണ്ട്. നോർമലി ഫയർ റിട്ടാർഡൻസ് യൂസ് ചെയ്യുന്ന എന്താണ് ഫോസ്ഫറസ് ബേസ്ഡോ അല്ലെങ്കിൽ എന്താണ് നൈട്രജൻ ബേസ്ഡോ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് അവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, യൂഷ്വലി എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? നൈട്രജൻ ബേസ്ഡ് ഓർ ഫോസ്ഫറസ് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, ബട്ട് സംടൈംസ് യൂസ്ഡ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്യാറുണ്ട്. സോ അതെന്താണ് ശരിയാണ്. ദെൻ ലൂബ്രിക്കൻസ് നമുക്കറിയാം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂബ്രിക്കൻസിൽ കൂടുതലും വരുന്നത് എന്തായിരിക്കും? അത് ടിപ്പിക്കലി മെയ്ഡ് ഓഫ് ഓയിൽ അല്ലെങ്കിൽ എന്താണ് ഗ്രീസിൽ നിന്ന് മെയ്ഡ് ചെയ്ത ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് ഈ ഒരു ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്യുന്നില്ല. സോ നാലാമത്തത് റോങ് ആണ്. ഓക്കെ, ലൂബ്രിക്കൻസ് മെയിനായിട്ട് എന്താണ് ഓയിൽ ഓർ ഗ്രീസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് എന്താണ് അവിടെ ഇത് യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് നാലാമത്തത് ഇല്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓൺലി
3 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എയറോസോൾസിലും ഫോം ഏജൻസിലും അതുപോലെ എന്താണ് ഫയർ റിട്ടാർഡൻസിലും എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 1, 2, 3 എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൂബ്രിക്കൻസിൽ യൂസ് ചെയ്യുന്നില്ല. ലൂബ്രിക്കൻസ് മെയിനായിട്ട് എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവിടെ മെയിനായിട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രീസൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്. സോ അതിലെന്താണ് ഹൈഡ്രോഫ്ലോറോ കാർബൺസ് ഇല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 3 ആയിരിക്കും. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇൻട്രസ്റ്റ് ഇൻകം from the deposits in infrastructure investment trust. Okay, so interest income from the deposits in infrastructure investment trust distributed to their investors is exempted from tax, but the dividend is taxable. Okay, so first statement പറയുന്നതാണ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ഡെപ്പോസിറ്റ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകം. ഓക്കെ, ഡെപ്പോസിറ്റിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് ഇൻകം എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദെയർ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്നാണ് പറഞ്ഞത്. ടാക്സിന് എക്സംപ്റ്റഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ. ആ ഡിവിഡൻഡ് പക്ഷേ എന്താണ് ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, INVITs are recognized as borrowers under the securitization and reconstruction of financial assets and the enforcement of Security Interest Act 2002. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ഡെപ്പോസിറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, അതാണ് INVITs, ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദെയർ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, അവർ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ കറണ്ട് ഇന്ത്യൻ ടാക്സ് ലോസ് പ്രകാരം, എസ്പെഷ്യലി ഏതാണ് നമ്മുടെ ഫിനാൻസ് ആക്ട് 2020 പ്രകാരം എന്താണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദെയർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻകം, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട്, ആ ഒരു ഇൻകം എന്ന് പറയുന്നത് എന്താണ് ടാക്സിൽ നിന്ന് ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ബോത്ത് ഇൻട്രസ്റ്റ് ഇൻകം ആൻഡ് ഡിവിഡൻഡ് ഇൻകം. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകം പറയുന്നുണ്ട്, ഡിവിഡൻഡ് ഇൻകം പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഇൻകം അതുപോലെ എന്താണ് ഡിവിഡൻഡ് ഇൻകം. സോ ബോത്ത് ഇൻട്രസ്റ്റ് ഇൻകം ആൻഡ് ഡിവിഡൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ആർ ജനറലി taxable. Okay, so both interest income and dividend income distributed by infrastructure investment trust. Okay, by ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. ഇതെന്ത് ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന രണ്ടും, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, അതുപോലെ എന്താണ് ഡിവിഡൻഡ് ഇൻകം ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ടാക്സബിൾ ആണ്. രണ്ടും എന്താണ് ടാക്സിൽ നിന്ന് മാറ്റിയില്ല, രണ്ടും എന്താണ് ടാക്സബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകുമ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി വരും. കാരണം സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ് വന്നേക്കുന്നത്. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ് വരുന്നത്. കാരണം എന്താണ് INVITs are recognized as borrowers under the securitization and reconstruction of financial assets and enforcement of Security Interest Act 2002. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. ഓക്കെ, അതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 2020 ഫിനാൻസ് ആക്ട് പ്രകാരം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകവും അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇൻകവും രണ്ടും എന്താണ് ടാക്സബിൾ ആണ്, നോൺ ടാക്സബിൾ അല്ലെന്ന് പറയുന്നില്ല. ഓക്കെ, ദേ ആർ ബോത്ത് ആർ ടാക്സബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇൻ ദ പോസ്റ്റ് പാൻഡമിക് റീസെൻറ്റ് പാസ്റ്റ് many central banks worldwide had carried out interest rate hikes. Second statement, central banks generally assume that they have the ability to counteract the rising consumer prices via monetary policy means. So which of the following correct in respect of the above statements? അപ്പോൾ നോക്കി, ഫസ്റ്റ് പറയുന്നത് ഇൻ ദ പോസ്റ്റ് പാൻഡമിക് റീസെൻറ്റ് പാസ്റ്റ്, അതായത് നമ്മുടെ കോവിഡ് പാൻഡമിക്കിന് ശേഷം വന്ന ടൈമിൽ എന്താണ് മെനി സെൻട്രൽ ബാങ്ക്സ് വേൾഡ് വൈഡ് ഹാവ് ക്യാരിഡ് ഔട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ്. അവരെന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം ഒരുപാട് വേൾഡ് ബാങ്ക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് സെൻട്രൽ ബാങ്ക്സ് ജനറലി അസ്യൂം ദാറ്റ് they have the ability to counteract the rising consumer prices via monetary policy means. അപ്പോൾ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുന്ന കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടറാക്ട് ദ റൈസിങ് കൺസ്യൂമർ പ്രൈസസ് വയ മൊണറ്ററി പോളിസി മീൻസ്. ഓക്കെ, മൊണറ്ററി പോളിസി മീൻസ് വഴി എന്താണ് ആ റൈസിങ് ആയിട്ടുള്ള പ്രൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുക. നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് സെൻട്രൽ ബാങ്ക്, നമുക്കിപ്പോൾ RBIയുടെ കാര്യം തന്നെ എടുക്കാം. RBI നോർമലി എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെന്ന് വിചാരിച്ചോ, ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ്.
അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ നമ്മൾ കടമെടുക്കുന്ന കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ കൂടുതൽ എന്താണ് നമുക്ക് പോയി കട എടുക്കാൻ പറ്റില്ല, കാരണം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്തായിരിക്കും, നമ്മൾ ബോറോയിങ് കുറയും, ബോറോയിങ് റെഡ്യൂസ് ആവും. ബട്ട് അതേ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും. കാരണം എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇട്ടാൽ നമുക്ക് എന്താണ് ഒരുപാട് പൈസ തിരിച്ച് പിന്നീട് എപ്പോഴും കിട്ടും, അല്ലെങ്കിൽ എന്താണ് നമ്മളെ സേവിങ്സ് അവിടെ കൂടും. അപ്പോൾ ബോറോയിങ് കുറയും, ബട്ട് നമ്മുടെ സേവിങ്സ് കൂടും. ഓക്കെ, സേവിങ്സ് കൂടുമ്പോൾ നമ്മളുള്ള പൈസ എല്ലാം കൊണ്ട് എന്താണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായിരിക്കും, പൈസ കാണത്തില്ല. സോ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങിച്ചില്ലേ അതിൻ്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ നോർമലി പ്രൈസും കുറയും. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇൻഫ്ലേഷൻ കുറയാനുള്ള ചാൻസ് ആണ്. സോ അതുകൊണ്ട് എന്തായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം ഈ സെൻട്രൽ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എന്താണ്, നമ്മൾ ബോറോയിങ് കുറയ്ക്കും, കടം എടുക്കുന്നത് നിർത്തും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ കാണത്തില്ല, അപ്പോൾ പകരം നമ്മളെന്താണ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും, അതായത് നമ്മൾ സേവിങ്സ് ചെയ്യും. സേവിങ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് പൈസ കാണത്തില്ല. നമ്മുടെ പൈസ കയ്യിലില്ലെങ്കിൽ എന്താണ് നമുക്ക് സാധനം വാങ്ങുന്നതിൻ്റെ ആ ഡിമാൻഡ് എന്താണ് കുറയും. സാധനത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ അവിടെ എന്താണ് പ്രൈസും ഡ്രോപ്പ് ആകും. പ്രൈസ് ഡ്രോപ്പ് ആകുമ്പോൾ എന്താണ് നോർമലി ഇൻഫ്ലേഷൻ കുറയും. സോ അതുകൊണ്ട് എന്താണ് അത് ഫൈനലി ഇൻഫ്ലേഷൻ എന്താണ് കുറയ്ക്കാനായിട്ട് കാരണമാവും. സോ അപ്പോൾ അത് എന്തായിരിക്കും ശരിയല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ടായിരിക്കും എന്ത് ഈ വേൾഡ് ബാങ്ക്സ് എല്ലാവരും അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് ഓഫ് വേൾഡ് വൈഡ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്ത് ആ ഒരു ടൈമിൽ, കാരണം ഇൻഫ്ലേഷൻ ഹൈ ആവാനായിട്ട് പാടില്ല ആ ടൈമിൽ. ഓക്കെ, സോ അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും. കാരണം ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആയിരുന്നു. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Statement 1. Carbon markets are likely to be one of the most widespread tool in the fight against climate change. Okay, carbon markets are likely to be one of the most widespread tool in the fight against climate change. Second one, carbon markets transfer resources from the private sector to the state. Okay, carbon market എന്താണ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് എന്താണ് റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, കാർബൺ മാർക്കറ്റ്സ് ആർ ലൈക്ലി ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ടൂൾ ഇൻ ദ ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇതെന്താണ് ശരിയാണ്. കാരണം ഇവരെന്താണ് ക്രിയേറ്റ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് ഫോർ റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ഒക്കെ കുറയ്ക്കുന്നവർക്ക് എന്താണ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ് പ്രൊമോട്ടിങ് ക്ലീനർ ടെക്നോളജീസ് എടുക്കുന്നവർക്ക് എന്താണ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് കാർബൺ മാർക്കറ്റ്സ് എന്താണ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയ്ക്കുന്നത്, then എന്താണ് പ്രൊമോട്ട് ക്ലീനർ ടെക്നോളജി. സോ ഇതിനൊക്കെ എന്താണ് ഇവർ എക്കണോമിക് ഇനിഷ്യേറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. സോ അതെന്താണ് കാർബൺ മാർക്കറ്റ്സ് അപ്പോൾ എന്താണ് ചെയ്യുന്നത്, മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ടൂൾ ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചസ്. കാരണം ഇങ്ങനെ ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുമ്പോൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാനായിട്ട് മാക്സിമം ആൾക്കാർ നോക്കും. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ശരിയായി. ദെൻ സെക്കൻഡ് പറയുന്നത് കാർബൺ മാർക്കറ്റ്സ് ട്രാൻസ്ഫർ റിസോഴ്സസ് ഫ്രം പ്രൈവറ്റ് സെക്ടർ ടു ദ സ്റ്റേറ്റ്. കാർബൺ മാർക്കറ്റ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് ആ റിസോഴ്സസ് എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത്. അതും ശരിയാണ്. കാരണം കാർബൺ മാർക്കറ്റ്സ് ഡു ട്രാൻസ്ഫർ റിസോഴ്സസ് ഫ്രം പ്രൈവറ്റ് സെക്ടർ ടു ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പക്ഷേ ഒന്നാമത് പറയുന്നത് കാർബൺ മാർക്കറ്റ്സ് എന്താണ് ലൈക്ലി ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ടൂൾ ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത് പറയുന്നത് എന്താണ് അവർ റിസോഴ്സസ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് പബ്ലിക് സെക്ടറിലോട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിലോട്ട് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്താണ് കണക്റ്റ് ആവുന്നില്ല. കാരണം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിലും എന്താണ് ഒന്നിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല രണ്ടിലും വരുന്നത്. അതുപോലെ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു കൊടുക്കുന്നത്, അതെന്താണ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുന്നു എന്നായിരുന്നു പറയുന്നത്. നമുക്ക് എന്താണ് അത് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്താണ് രണ്ടും കൂടി ലിങ്ക് ആവുന്നില്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 23 ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് 24. Which one of the following activities of Reserve Bank of India is considered to be part of sterilization? അപ്പോൾ സ്റ്റെറിലൈസേഷൻ്റെ പാർട്ടായിട്ട് RBI ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. കണ്ടക്ടിങ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഓവർസൈറ്റ് ദ സെറ്റിൽമെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് സിസ്റ്റം, ഡെപ്റ്റ് ആൻഡ് ക്യാഷ് മാനേജ്മെൻറ്റ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, റെഗുലേറ്റിംഗ് ദ ഫങ്ഷൻസ് ഓഫ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്നത്? ഈസിയാണ്, നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഏതാണ്? ഓപ്ഷൻ എ ആയിരിക്കും, കണ്ടക്ടിങ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെയാണ് RBI സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ,
സോ അവരെന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി എന്താണ് നമ്മൾ മൊണറ്ററി പോളിസി പറയുന്ന പോലെ എന്താണ് ചിലപ്പോൾ എന്താണ് സാധനങ്ങൾ വാങ്ങുകയും അതുപോലെ എന്താണ് വിൽക്കുകയും ചെയ്യുന്നു. ഗുഡ്സ് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഗുഡ്സിന് പകരം ഇവിടെ എന്താണ് ഓപ്പൺ മാർക്കറ്റ്സിൽ എന്ത് വേണോ വാങ്ങാം. അതിപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുന്നു വിൽക്കുന്നു, ആ ഒരു പ്രോസസ്സാണ് എന്ത് അവിടെ നടക്കുന്നത്. സോ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്തിനു വേണ്ടിയാണ്? ടു മാനേജ് ഡൊമസ്റ്റിക് മണി സപ്ലൈ. ഓക്കെ, നമുക്കിവിടെ ഡൊമസ്റ്റിക് മണി സപ്ലൈ ആണ് എന്ത് മാനേജ് ചെയ്യാനുള്ളത്. സോ ഡൊമസ്റ്റിക് മണി സപ്ലൈ മാനേജ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ അതാണ് എന്ത് കണ്ടക്ടിങ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വരുന്നത്. അത് എന്താണ് ശരിയാണ്. അപ്പം സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സേ മോണിറ്ററി ആക്ഷൻ used by who? Used by RBI. എന്തിനു വേണ്ടിയാണ്? To neutralize the effect of foreign exchange inflow. Okay, or outflow. Inflow ആവാം, അതുപോലെ എന്താണ് ഔട്ട്ഫ്ലോ ആവാം. ഓൺ ദ ഡൊമസ്റ്റിക് മണി സപ്ലൈ. ഓക്കെ, സോ മോണിറ്ററി ആക്ഷൻ യൂസ്ഡ് ബൈ RBI ആണ് എന്തിനു വേണ്ടി? ടു ന്യൂട്രലൈസ് ദ ഇഫക്റ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓൺ ദ ഡൊമസ്റ്റിക് മണി സപ്ലൈ. ഡൊമസ്റ്റിക് മണി സപ്ലൈ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഫ്ലോയോ അല്ലെങ്കിൽ എന്താണ് ഔട്ട്ഫ്ലോയോ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം, അതിനെ എന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അത് ഏത് വഴിയാണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴിയാണ് എന്ത് അത് കണ്ടക്ട് ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ഡൊമസ്റ്റിക് മണി സപ്ലൈ. നമ്മൾ ഡൊമസ്റ്റിക് മണി സപ്ലൈ എന്താണ് മാനേജ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. Consider the following markets: government bond market, call money market, treasury bill market, stock market. How many of the above are included in the capital market? അപ്പോൾ ഇത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, അതൊരു ലോങ് ടേം ആയിരിക്കും. ലോങ് ടേം ആയിട്ടുള്ളതാണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഏതൊക്കെയാണ് ലോങ് ടൈം ആയിട്ടുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാം ഗവൺമെൻറ് ബോണ്ട് മാർക്കറ്റ്. ഗവൺമെൻറ് ബോണ്ട് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ലോങ് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, സോ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഒരു ലോങ് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്? കോൾ മണി മാർക്കറ്റ്. കോൾ മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇതും ഒരു മണി മാർക്കറ്റിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചോദിച്ചിരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയാണ് ചോദിച്ചിരുന്നത്, പക്ഷേ ഇവിടെ എന്താണ് കോൾ മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ മണി മാർക്കറ്റിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. കാരണം ഇത് ഷോർട്ട് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം ലെൻഡിങ് ആൻഡ് ബോറോയിങ്. ഓക്കെ, ഷോർട്ട് ടൈം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ബിറ്റ്വീൻ ബാങ്ക്സ്. ഇത് ചിലപ്പോൾ യൂഷ്വലി എത്രയായിരിക്കും? ഒരു ദിവസമൊക്കെ ആയിരിക്കും ഈ ഒരു കോൾ മണി മാർക്കറ്റ് വരുന്നത്. അതായത് ഭയങ്കര ഷോർട്ട് ടൈം ആണ്, 1 ഡേ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് ഷോർട്ട് ടൈം ആയിട്ടുള്ളതാണ് വരുന്നത്. ദെൻ ട്രഷറി ബിൽ മാർക്കറ്റ്. ട്രഷറി ബിൽ മാർക്കറ്റ് എന്താണ്? അതും നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ഷോർട്ട് ടൈം ഡെപ്റ്റ് ആണ്. ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നോർമലി മെച്യൂരിറ്റി എങ്ങനെയായിരിക്കും? 91 മെച്യൂരിറ്റി പീരീഡ് വരുന്നത് 91, ദെൻ 182, ദെൻ 364 ഡേയ്സ്. ഇങ്ങനെയൊക്കെയാണ് എന്ത് മെച്യൂരിറ്റി പീരീഡ് വരുന്നത്. സോ അതും എന്താണ് മണി മാർക്കറ്റിൽ വരുന്നതാണ്, ഷോർട്ട് ടൈം ആണ്, മണി മാർക്കറ്റിലാണ് വരുന്നത്. സോ സെക്കൻഡ് മണി മാർക്കറ്റ്, തേർഡ് മണി മാർക്കറ്റ്. ഫസ്റ്റ് വൺ ഏതിലാണ് വരുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ ഫോർത്ത് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കറിയാം എന്താണ്, ഈ ക്യാപിറ്റലിൻ്റെ തന്നെ പ്രൈമറി കോമ്പൗണ്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പ്രൈമറി കോമ്പൗണ്ടാണ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്. പ്രൈമറി കോമ്പോണൻറ്റ്
ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്താണ് കമ്പനീസ് ലോങ് ടൈമിലേക്ക് എന്താണ് ഇക്വിറ്റി റൈസ് ചെയ്യുന്നതാണ് എന്ത് സ്റ്റോക്ക് മാർക്കറ്റ് വഴി നടക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് അതും ക്യാപിറ്റൽ മാർക്കറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ആൻസർ ഏതൊക്കെ ആയിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും, ഓൺലി 2. അതായത് 1ഉം 4ഉം മാത്രമാണ് ഏത് ക്യാപിറ്റൽ മാർക്കറ്റിന് എക്സാമ്പിൾ. ബാക്കി 2ഉം 3ഉം അതായത് 2ഉം 3ഉം ഏതാണ് മണി മാർക്കറ്റിനാണ് എക്സാമ്പിൾ. ഓക്കെ, കാൾ മണി മാർക്കറ്റും അതുപോലെ ട്രഷറി ബിൽ മാർക്കറ്റും എന്താണ് മണി മാർക്കറ്റിന് എക്സാമ്പിളാണ്. ബട്ട് 1 and 4 അതായത് ക്യാപിറ്റൽ ഗവൺമെൻറ് ബോണ്ട് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും അതെന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിന് എക്സാമ്പിളാണ്. കാരണം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതൊരു ലോങ് ടൈം ആയിട്ടുള്ള കാര്യമാണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആണ്. ഓക്കെ, സോ 2023 ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇതെന്താണ് ഫാക്ട് ബേസ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫാക്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ ഒരു മോഡൽ മാറി, UPSCയുടെ ഒരു മോഡൽ മാറിയത് തന്നെ എന്താണ് ഈ ഒരു വർഷമാണ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയത്. സോ അതുകൊണ്ട് എന്താണ് എലിമിനേഷൻ ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവ് മാത്രമായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.